നമസ്കാരം. രാജ്യം നടുങ്ങിയ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം ബാധിച്ചവരെ അക്ഷരാർത്ഥത്തിൽ അവഹേളിക്കുന്നതാണ് സഹായധനം സംബന്ധിച്ച് ഇപ്പോൾ നടക്കുന്ന ചർച്ചകളും വിവാദങ്ങളും. കണക്കുകൾ നിരത്തിയും പരസ്പരം പഴിചാരിയും വിഷയം സങ്കീർണമാക്കുമ്പോൾ ഉറ്റവരെ നഷ്ടപ്പെട്ടും കിടപ്പാടമില്ലാതെയും പുതിയ ജീവിതം എന്നത് കടലാസുകളിലെ വാഗ്ദാനങ്ങൾ മാത്രമായി അവശേഷിക്കുന്നവർക്ക് വേണ്ടിയുള്ള ശബ്ദമായിരുന്നു ഇന്ന് പാർലമെന്റിന് പുറത്ത് പ്രതിഷേധമായി നമ്മൾ കണ്ടത്. ചോദിച്ച സഹായങ്ങൾ കിട്ടാതിരുന്നത് മാത്രമല്ല, ചെയ്തു തന്ന സഹായങ്ങൾക്ക് കൂലി ചോദിക്കുന്ന കേന്ദ്രത്തിന്റെ നടപടിയാണ് കേരളത്തെ ചൊടിപ്പിച്ചിരിക്കുന്നത്. കേന്ദ്രം അടിയന്തരമായ തിരിച്ചടവ് ആവശ്യപ്പെടുന്ന 132 കോടി 62 ലക്ഷം എന്ന കണക്ക് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞതുപോലെ ശുദ്ധ മര്യാദകേടല്ലേ, അതോ ഇത് നിയമാനുസൃത നടപടിക്രമങ്ങളോ? എൻകൗണ്ടർ പ്രൈം പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. എൻകൗണ്ടറിൽ നമ്മുടെ അതിഥികളായി എത്തുന്നത് CPM-ലെ ശ്രീ SK സജീഷ്, കോൺഗ്രസിലെ ഡോക്ടർ ജിൻഡോ ജോൺ, BJP-യിലെ അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, നിയമവിദഗ്ധൻ, സുപ്രീം കോടതിയിലെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, അതോടൊപ്പം തന്നെ സാമൂഹിക രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ CR നീലകണ്ഠൻ എന്നിവരാണ് ഇനി ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം ഉള്ളത്. ശ്രീ SK സജീഷ്, ഇപ്പോഴീ 2019-ലെ രണ്ടാം പ്രളയം മുതൽ ഇതുവരെ ഒറ്റപ്പെട്ട തുരുത്തുകളിൽ അകപ്പെട്ടു പോയവരെ സൈന്യം എത്തി നടത്തിയ രക്ഷാദൗത്യം, ഹെലികോപ്റ്ററിൽ എത്തി അവരെ രക്ഷപ്പെടുത്തിയതിനൊക്കെയുള്ള പണം തിരിച്ചടവിനായി ആവശ്യപ്പെട്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇത് ഒരു സ്വാഭാവിക നടപടിക്രമമാണ് എന്ന ഒരു വിശദീകരണം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ മാസം ഉത്തരാഖണ്ഡിൽ എന്താണ് 107 കോടി രൂപ ഇതുപോലെ ഈ സൈന്യത്തിൻ്റെ സേവനം ലഭിച്ചതിന് പ്രതിഫലമായി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് കേന്ദ്രത്തിൻ്റെ ഒരു വാദം. മാത്രമല്ല, ഇത്തരം കാര്യങ്ങളിൽ മാധ്യമങ്ങൾ ഉപയോഗിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് സംസ്ഥാന സർക്കാരും കേരളത്തിലെ പ്രതിപക്ഷവും ഒക്കെ ശ്രമിക്കുന്നത് എന്നാണ് കേന്ദ്ര സഹമന്ത്രിയായിരുന്ന വി മുരളീധരനെ പോലുള്ളവർ പറയുന്നത്. കേന്ദ്രം ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്ന തുക ഒരു സ്വാഭാവിക നടപടിക്രമമാണോ, അതോ ഇത് പൂർണ്ണമായും രാഷ്ട്രീയ താല്പര്യത്തോടുകൂടി വിവേചനപരമായി കേരളത്തെ അവഗണിക്കുന്നതിൻ്റെ ഭാഗമാണോ? അങ്ങനെയാണെങ്കിൽ സംസ്ഥാന സർക്കാർ ഇനി എന്ത് ചെയ്യും? അല്ല, കേരളത്തെ പൂർണ്ണമായും അവഗണിക്കുക മാത്രമല്ല, കേരളത്തിലെ ജനങ്ങളോട് അങ്ങേയറ്റത്തെ പുച്ഛത്തോടു കൂടിയുള്ള ഒരു സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. ഒരു രൂപ പോലും ഇത്രയും വലിയ ദുരന്തമുണ്ടായിട്ട് കേരളത്തിന് ഇന്നേ വരെ തരാതിരിക്കുകയും എന്നിട്ട് ഈ ദുരന്തത്തിൻ്റെ ഭാഗമായി സഹായിക്കാൻ വേണ്ടി വന്ന ഹെലികോപ്റ്ററിനും മറ്റുമായിട്ടുള്ള തുക 132 കോടി രൂപ കേരളം അടിയന്തരമായി നൽകണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നത് മലയാളികളോടുള്ള ഒരു വെല്ലുവിളിയും അല്ലെങ്കിൽ ഈ പ്രദേശത്തോടുള്ള ഒരു യുദ്ധപ്രഖ്യാപനം പോലെയുള്ള ഒരു തീരുമാനമല്ലേ? മനസാക്ഷിയുള്ള ആരെങ്കിലും ചെയ്യുന്ന ഒരു സമീപനമാണോ അത്? മനസാക്ഷി ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ. ഇവിടെ വന്ന് തങ്ങൾക്ക് മനസാക്ഷി ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ചില ഫോട്ടോഷൂട്ടൊക്കെ നടത്തി പോയതല്ലേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി? അദ്ദേഹം ഒരു കുഞ്ഞിനെ എടുത്തു, ആ കുഞ്ഞിനെ എടുത്ത് ചിത്രങ്ങൾ PRD വഴി രാജ്യമെമ്പാടും പ്രചരിപ്പിച്ചു. ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. ഇനി ആ കുഞ്ഞിനെ എടുത്തതിനും ഹെലികോപ്റ്റർ ആളുകളെ ലിഫ്റ്റ് ചെയ്തതുപോലെ ചാർജ് ഈടാക്കുമോ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും ഈ രാജ്യത്തിൻ്റെ ഭരണകൂടവും എന്ന് നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ്. ഈ 4.5 മാസം ഈ ദുരന്തം പിന്നിടുമ്പോൾ ഒരു രൂപ പോലും തന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ഇപ്പോൾ ശ്രീ വി മുരളീധരൻ പറഞ്ഞത് മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് എന്തോ കേന്ദ്ര സർക്കാരിനെ അവമതിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്നാണ്. യഥാർത്ഥത്തിൽ കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഭാഗമായി വന്ന ഒരു നിരീക്ഷണം പോലും യഥാർത്ഥത്തിൽ കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ കൃത്യമായി വന്നിട്ടില്ലല്ലോ. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഓപ്പൺ കോർട്ടിൽ ചോദിച്ചിട്ടുണ്ട്, 100 രൂപ ചില്ലറയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ 100 രൂപയ്ക്ക് ചില്ലറയൊക്കെ ഉണ്ട്, പക്ഷേ നിങ്ങൾക്കതിൽ നിന്ന് 10 പൈസ തരില്ല എന്ന രീതിയിലാണ് കേന്ദ്ര സർക്കാർ ഈ കാര്യത്തിൽ പെരുമാറുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഈ കേരളത്തിലെ മാധ്യമങ്ങളിലൂടെയെല്ലാം സംരക്ഷണം ചെയ്യപ്പെട്ട കാര്യമാണോ? അങ്ങനെ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ആരെങ്കിലും ഇവിടെ ഏതെങ്കിലും രീതിയിൽ പ്രതിഷേധമോ അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാനോ ശ്രമിച്ചിട്ടില്ല. ഇവിടെ കേരളത്തിന് അർഹതപ്പെട്ടത്, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ പോലെ അവകാശപ്പെട്ടത്, മലയാളികളും ഈ രാജ്യത്തിൻ്റെ ഭാഗമാണ് അതുപോലെ അവകാശപ്പെട്ടത്. ആ അവകാശം നമ്മൾ ചോദിക്കുകയും ചോദിച്ച് നമുക്ക് ലഭിക്കേണ്ടത് ലഭിക്കുകയും വേണം. അതൊന്നും ലഭിക്കാതെ ഇവിടെ 132 കോടി രൂപ എയർ ലിഫ്റ്റിങ്ങിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് കിട്ടണം, അത് അടിയന്തരമായി നൽകണം എന്നൊക്കെ ആവശ്യപ്പെടുന്നത് അങ്ങേയറ്റത്തെ അവഹേളനമാണ്. മാത്രവുമല്ല, ഇത് നമ്മുടെ തുടരനുഭവമാണ്. മുമ്പ് നമുക്ക് ഓർമ്മയുണ്ട്, 2018 പ്രളയത്തിൻ്റെ സമയത്ത് അരി തന്നപ്പോൾ നമ്മളെല്ലാം സ്നേഹത്തോടെയാണ് എന്ന് കരുതി.
കുറച്ച് കഴിഞ്ഞപ്പോൾ 205.81 കോടി രൂപ ആ അരിക്ക് വേണ്ടി തിരിച്ചു വാങ്ങുന്ന നിലയുണ്ടായി. തിരിച്ചു കൊടുക്കാൻ അല്പം വൈകിയപ്പോൾ നിങ്ങൾക്കുള്ള എല്ലാ അവകാശങ്ങളും മറ്റ് സാമ്പത്തിക കാര്യങ്ങളെല്ലാം നിഷേധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് ആ പണം കൈപ്പറ്റുന്ന നിലയിലേക്ക് വന്നത്. ഈ നിലയിൽ 1 രൂപ പോലും തരാതിരിക്കുകയും എന്നാൽ കേരളത്തോട് ഈ വെല്ലുവിളി നിറഞ്ഞ കേരളത്തിലെ ജനതയെ അപമാനിക്കുന്ന ഒരു സമീപനം 132 കോടി രൂപ ഉടൻ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സ്വീകരിക്കുകയുമാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. ശരി, ശ്രീ BJP പ്രതിനിധി നമ്മളോടൊപ്പം ഉള്ളത് അഡ്വക്കേറ്റ് ശ്രീപത്മനാഭനാണ്. ശ്രീപത്മനാഭൻ, ഇതിപ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്ന ന്യായത്തിൻ്റെ പൊരുൾ എന്താണ്? ഇപ്പോൾ നേരത്തെ SK സജീഷ് പറഞ്ഞതുപോലെ തന്നെ ഈ ദുരന്ത സമയത്ത് നമുക്ക് തന്ന അരിയുടെ കണക്കും ബില്ലായിട്ട് വന്നു. അത് പിന്നീട് നമ്മൾ പേ ചെയ്തു 205.81 കോടി രൂപ. അതിൻ്റെ രേഖകൾ പുറത്തു വന്നിട്ടുണ്ട്. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്ക് വന്ന തുകയും ആ തുക അടച്ച രസീതും. ഇപ്പോൾ 132.62 ലക്ഷം രൂപ ആവശ്യപ്പെട്ടിരിക്കുന്നു സൈനിക സേവനത്തിനുള്ള പ്രതിഫലം അല്ലെങ്കിൽ അതിൻ്റെ തുക എന്ന നിലയിൽ. അപ്പോൾ അതും ഇനി നൽകേണ്ട അവസ്ഥയാണുള്ളത്. മാത്രമല്ല കേന്ദ്ര സർക്കാർ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിനിധി സംഘം കേന്ദ്രത്തോട് ഇത് ആവശ്യപ്പെട്ടപ്പോൾ, അതായത് ഇതിൻ്റെ വയനാടിന് വേണ്ട സ്പെഷ്യൽ പാക്കേജിൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അമിത്ഷാ പറഞ്ഞത് കേരളം ഈ മെമ്മോറാണ്ടം നൽകുന്നതിനും കണക്കുകൾ സമർപ്പിക്കാനും ആവശ്യങ്ങൾ ബോധിപ്പിക്കാനും ഒക്കെ വൈകിയെന്നാണ്. അപ്പോൾ കേന്ദ്ര സംഘം സന്ദർശനം നടത്തി 90 ദിവസത്തിനകം ഈ PDNA എന്ന് പറയുന്ന പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻറ്റ് നടത്തി നൽകിയാൽ മതി. അപ്പോൾ ആ സമയപരിധി പാലിച്ചിട്ടുണ്ടെന്ന് സംസ്ഥാന സർക്കാർ പറയുന്നു. നമ്മൾ വലിയ രീതിയിൽ ഈ സേനയുടെ പ്രവർത്തനങ്ങളെയും സേവനങ്ങളെയും ഒക്കെ പുകഴ്ത്തിപ്പാടിയതാണ്. അതിനൊക്കെ തുകയുണ്ട് എന്നിപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഇതൊരു അവഗണന അല്ലെങ്കിൽ പിന്നെ എന്താണ്? തമിഴ്നാടിനോടില്ല, ഇപ്പോൾ ഉത്തരാഖണ്ഡിനോടില്ല, ആസാമിനോടില്ല, ഇവരോട് ആരോടും കാണിക്കാത്തൊരു അവഗണന എന്തിനാണ് കേരളത്തോട് കാണിക്കുന്നത്? അല്ല, ഇത് ഇങ്ങനെ ഒരു നടപടിക്രമം ഇല്ല എന്ന് താങ്കൾക്ക് പറയാം, പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർക്കും പറയാം. പക്ഷേ 1970 ഇന്ത്യ ഭരിച്ചവരാരാണോ അവർക്ക് പറയാൻ പറ്റില്ല. ഞാൻ വായിച്ചു തരാം. എയ്ഡ് ടു സിവിൽ അതോറിറ്റീസ് അണ്ടർ ദി ഗൈഡ് ലൈൻസ് ലേഡ് ഇൻ ഇൻസ്ട്രക്ഷൻസ് ഓൺ എയ്ഡ് ടു ദി സിവിൽ അതോറിറ്റീസ് ബൈ ആംഡ് ഫോഴ്സസ് 1970. Regulations for the Army, Chapter 7, Paragraph 301 to 327. Who pays for the costs incurred by the armed forces in these roles? The civil administration. The cost of assistance provided by the armed forces is recovered in accordance with the instructions contained in Appendix H to the pamphlet Instructions on Aid to Civil Authorities by Armed Forces 1970. These instructions are also contained in ADGFP letter number 9367 reports GS FP2 dated 11 July 1994. 11 ജൂലൈ 1994, അതായത് 1994 ജൂലൈ 11 കേന്ദ്രം വീണ്ടും അത് ഓഡിറ്റർമാരുടെ അവരുടെ പ്രിൻസിപ്പൾസിൽ ഉൾപ്പെടുത്തി ആ ഇൻസ്ട്രക്ഷൻസിൻ്റെ കാര്യം വീണ്ടും കത്തയച്ചതും 1970 ഈ ആംഡ് ഫോഴ്സസ് ഈ സിവിൽ സർക്കാർ സംവിധാനങ്ങളെ ഈ സഹായം ചെയ്തു കൊടുത്താൽ അതിൻ്റെ പണം ഈടാക്കുന്നത് സംബന്ധിച്ചുള്ള ഇൻസ്ട്രക്ഷനാണ്. ഇതൊരു സാങ്കേതിക നടപടിക്രമമാണ്. ഏതുപോലെ ദേവസ്വം ബോർഡിന് പോലീസിനെ അവിടെ അമ്പലത്തിൽ ഡ്യൂട്ടിക്ക് അയച്ചാൽ പോലീസ് ബില്ലയക്കും. കേരളത്തിലെ സർക്കാർ ഓഫീസുകളുടെ ഫ്യൂസ് KSEB ഊരിയിട്ടുണ്ട്. പല സർക്കാർ ഓഫീസിൽ ഊരിയിട്ടുണ്ട്. എന്താ കാരണം? അവർ ഫീസ് അടയ്ക്കാത്തതിനെ കൊണ്ട്, ഇലക്ട്രിക് ബില്ല് അടയ്ക്കാത്തതിനെ കൊണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു വിങ്ങാണ് ആംഡ് ഫോഴ്സസ്. ആംഡ് ഫോഴ്സസിൻ്റെ അവരുടെ സൗകര്യങ്ങളും സേവനങ്ങളും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ സിവിൽ അഡ്മിനിസ്ട്രേഷൻ പൈസ കൊടുക്കണം. അത് നിയമമാണ്, 1970 നിയമമാണ്, ഞങ്ങളല്ല ഭരിച്ചത്. അത് വീണ്ടും 1994 ജൂലൈ 11 അത് വീണ്ടും കത്തയച്ച ഓഡിറ്റർമാർ. അതും അന്നും ഞങ്ങളല്ല ഇന്ത്യ ഭരിച്ചത്. പക്ഷേ അതിനൊരു സംവിധാനമുണ്ട്. അത് പണ്ടും അങ്ങനെയാണ്. ആഭ്യന്തര വകുപ്പാണ് ദുരന്ത നിവാരണം കൈകാര്യം ചെയ്യുന്നത്. അത് 2005 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരം അതിനൊരു വ്യവസ്ഥകളും വന്നു. അന്നും ഞങ്ങൾ കൊണ്ടുവന്ന നിയമമല്ല കേട്ടോ, കമ്മ്യൂണിസ്റ്റുകാരുടെ സഹായത്തോടെ കോൺഗ്രസ്സുകാർ ഭരിക്കുമ്പോൾ നിയമമാണ് 2005 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട്. അതിന് ചില വ്യവസ്ഥകൾ കൊണ്ടുവന്നു. അപ്പോൾ ഇത് ആഭ്യന്തര വകുപ്പ് സംസ്ഥാനത്തിന് കൊടുക്കും. അത് SDRF എടുക്കാൻ പറയും. അല്ലെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ PDNA ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് വരുന്ന ഒരു പൈസയുണ്ടല്ലോ, ആ പൈസയിൽ അത് ഉൾപ്പെടുത്തും.
ഇപ്പോൾ ഇവിടെ ഇപ്പോൾ 145 കൊടുത്തു, ഒരു 153 പാസ്സാക്കിയിട്ടുണ്ട്. ഈ 153 ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾക്കാണ്. ഇനി പോരാത്തത് ഇനി വരുന്നതിൽ വരും. ഇതാണ് ഈ രാജ്യത്തിലെ നിയമം. ഈ രാജ്യത്തിലെ നിയമം ഇങ്ങനെയാണ് എന്ന് വെച്ചിട്ട് നാളെ ജപ്തി ചെയ്യാനൊന്നും വരുന്നില്ല. ഇവിടെ KCBക്കാർ പല ഗവൺമെൻറ് ഓഫീസിലെ ഫ്യൂസൂര്യ പോലെ ഫ്യൂസൂരാനൊന്നും വരുന്നില്ല. ഇത് ഇവിടുന്ന് കൊടുക്കേണ്ടത് അവിടെ കൊടുക്കും. ഇവിടെ ഇപ്പോൾ 2006 കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. 2006 നിയമം ഉള്ളത് കൊണ്ടാണല്ലോ അന്ന് ഇത് ബില്ല് അയച്ചിട്ടുണ്ടാവുക. അതാണല്ലോ പെൻഡിങ് ആയി കിടക്കുന്നത്. അതാണല്ലോ ഇപ്പോൾ ഓർമ്മിപ്പിച്ചത്. ഇപ്പോൾ 2006 കാര്യമാണ്, അതിന് ശേഷമുള്ളതുണ്ട്. ഇത് രാജ്യത്തിൻ്റെ വ്യവസ്ഥയാണ്. അന്ന് കൊടുക്കാത്തതിൻ്റെ പേരിൽ ഇവിടെ ഒരു നടപടി എടുത്തിട്ടില്ല. പിന്നീട് ദുരന്തങ്ങൾ ഉണ്ടായപ്പോഴും അന്ന് ഞങ്ങൾക്ക് പൈസ തരാണ്ട് ഇനി വരൂല എന്ന് പറഞ്ഞിട്ടുമില്ല, ഇനിയും പറയൂല. പക്ഷെ ഇത് ഇവിടുന്ന് കിട്ടി അവിടുന്ന് കൊടുക്കണം. ശ്രീപത്മനാഭൻ മറ്റത് അരിയുടെ വിലയാണ് പറഞ്ഞത്. 2020 നമ്മുടെ പ്രളയ സമയത്ത് നമുക്ക് തന്ന അരിയുടെ പൈസ നമ്മൾ കൊടുക്കേണ്ടി വന്ന സാഹചര്യമാണ് പറഞ്ഞത്. അതായത് 205.81 കോടി രൂപ. അതാണ് SK സജീഷ് പറഞ്ഞത്. അതെ അതെ, ഞാൻ ചോദിക്കുന്നത് ഇതിലൊക്കെ നിയമപരമായ തെറ്റുണ്ടെങ്കിൽ ഇവർ അനങ്ങിയ കോടതി പോകുന്നവരല്ലേ? ഇവർ പോയോ? ഇവർ കേന്ദ്രം സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുന്നു പറഞ്ഞിട്ട് സുപ്രീം കോടതി പോയവരല്ലേ? ഇവർ പോട്ടെ. ഇപ്പം സജീഷ് കുറേ പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞു 10 പൈസ തന്നില്ല. മിനിയാന്ന് കോടതിയിൽ സർക്കാരിൻ്റെ വക്കീൽ ഇത് പറഞ്ഞില്ലല്ലോ. ഈ വാദം സർക്കാർ വക്കീൽ കോടതി പറഞ്ഞില്ലല്ലോ, കേന്ദ്രം ഞങ്ങൾക്ക് 10 പൈസ തന്നിട്ടില്ല എന്ന്. ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ, നിങ്ങളോട് അന്യായമായി നിയമവിരുദ്ധമായി ചട്ടവിരുദ്ധമായി കേരളത്തോട് മാത്രം എന്തെങ്കിലും പൈസ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പൈസ തരാനുണ്ടെങ്കിൽ, ഒന്നുകിൽ നിങ്ങൾ അനങ്ങിയ കോടതി പോകുന്നവരാണ്, നിങ്ങൾ പോയിട്ടില്ല. 2, നിങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കണം. വക്കീല് അവിടെ ഉന്നയിച്ചു എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ഇപ്പൊ എത്ര പൈസ കൊടുത്തു കേരളത്തിന്? PDNA സമർപ്പിച്ചിട്ടാണോ ഉത്തരാഖണ്ഡിനും അതുപോലെ ആസാമിനും പിന്നെ തമിഴ്നാടിനും ഒക്കെ ഇപ്പോൾ പൈസ കൊടുത്തിരിക്കുന്നത്? PDNA സമർപ്പിക്കാതെ പൈസ കേന്ദ്രം സഹായം കൊടുക്കുന്നുണ്ടല്ലോ. എന്താ കേരളത്തിന് രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തം നടന്ന വയനാട്ടിലെ ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതരുടെ പ്രശ്നത്തിൽ അങ്ങനെ ഒരു സഹായധനം നൽകണമെന്ന് കേന്ദ്രത്തിന് തോന്നാത്തതിന് അതിനെന്താണ് ഉള്ളത്? ഇവിടെ കഴിഞ്ഞ കുറേ ദിവസമായി കേട്ടൊരു വാദം എന്താ അറിയോ? തമിഴ്നാടിന് കൊടുത്തു, കേരളത്തിന് തന്നില്ല. ഇന്നലെ കനിമൊഴി എന്താ പാർലമെന്റിൽ പ്രസംഗിച്ചത്? ആ പ്രസംഗം ഒന്ന് കേൾപ്പിക്കോ മഞ്ജുഷ? ഒന്ന് കേൾപ്പിക്കോ നിങ്ങൾ? അതായത് ഗോപികൃഷ്ണൻ ആ പ്രസംഗത്തിൽ എന്താ പറഞ്ഞത്? ഞങ്ങളെ പ്രളയത്തിന് കേന്ദ്രം സഹായിച്ചില്ല. അവിടെ SDRF എടുത്തോളാൻ പറഞ്ഞതാണ്. ഇത് കൊടുത്തതല്ല. SDRF എടുത്തോളൂ, പിന്നീട് ഞങ്ങൾ തരാം. അതാണ് ചെയ്യുന്നത്. ഇന്ത്യ മുഴുവൻ അങ്ങനെയാണ്. ഗോപികൃഷ്ണ, നിയമം ലംഘിക്കാൻ പറ്റൂല. മോഡി ഉണ്ടാക്കിയ നിയമമല്ല, കോൺഗ്രസ്സുകാർ പാസ്സാക്കിയ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടാ, കമ്മ്യൂണിസ്റ്റുകാരുടെ സഹായത്തോടു കൂടി. ഇന്നലത്തെ കനിമൊഴിയുടെ പ്രസംഗം ദയവ് ചെയ്തൊന്ന് കേൾപ്പിക്കൂ. അതിൽ കൃത്യമായി കനിമൊഴി ആരോപിക്കുന്നു, ഒരു ഉറപ്പ് ഞങ്ങൾക്ക് തന്നിട്ടില്ല. ഒരു മിനിറ്റ് സജീഷ് പറഞ്ഞോളൂ. സജീഷ് പറഞ്ഞിട്ട് ഒരൊറ്റ മിനിറ്റ്. അതായത് ശ്രീ പത്മനാഭൻ, ഒരു നിമിഷം. അതായത് താങ്കൾ ഉൾപ്പെടെയുള്ള BJP നേതാക്കന്മാർ ആളെ പറ്റിക്കാൻ വേണ്ടി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് 153 കോടി രൂപ SDRFിലേക്ക് നൽകിയെന്ന്. SDRFിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അതൊരു പക്ഷേ ആ നിയമത്തിന്റെ ചില പറയട്ടെ, ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ ക്ലാരിറ്റി പറഞ്ഞോളൂ. നിങ്ങൾ പറഞ്ഞു എന്ന് നിങ്ങൾ പറയുമ്പോ ഞാൻ കേട്ടിരിക്കൂല. അതൊന്നും നടക്കാത്ത കാര്യം. വേണ്ടാന്ന് നിങ്ങൾ പറഞ്ഞു തരണ്ടാന്ന്. നിങ്ങൾ പറഞ്ഞ നടക്കാത്ത കാര്യമാണ്. എന്താണ് SK സജീഷിന് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. ശ്രീപത്മനാഭൻ, താങ്കൾക്ക് മറുപടി പറയാനുള്ള അവസരം ഞാൻ തരും. സജീഷ് പറയൂ. അതായത് ഈ ഫണ്ട് ഇങ്ങനെ നൽകുമ്പോൾ SDRFിന് എടുത്തോ എന്ന് പറയുമ്പോൾ അതിലേക്ക് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് 50% കൂടുതൽ പണമുണ്ടെങ്കിൽ മാത്രമേ കേന്ദ്ര സർക്കാർ തരികയുള്ളൂ. അതായത് ഒരു ഉദാഹരണം പറഞ്ഞാലേ മനസ്സിലാവും. ഇപ്പോൾ ഒരു വർഷത്തിൻ്റെ ആദ്യം 100 രൂപയാണ് SDRFിൽ കിടക്കുന്നതെങ്കിൽ ആ 100 രൂപയിലേക്ക് ഒരു ഫണ്ട് അനുവദിക്കുന്നു. അങ്ങനെ അനുവദിക്കുമ്പോൾ ഇവിടുന്ന് അത് അനുവദിക്കുന്നത് ഒരു 60 രൂപയാണെന്ന് കരുതുക. 60 രൂപയാണെങ്കിൽ ഈ പറയുന്ന 100 രൂപ പകുതി കേന്ദ്ര സർക്കാരിൻ്റെതായും പകുതി സംസ്ഥാന സർക്കാരിൻ്റെതായിട്ടാണ് ആ നിയമത്തിനകത്ത് കണക്കാക്കുന്നത്. ആ 50 രൂപ അവിടെ കിടക്കുന്നുണ്ട്. 50 രൂപ കഴിച്ച് പിന്നെ 10 രൂപയെ തരൂ.
അപ്പം 40 രൂപയാണ് തരുന്നതെങ്കിൽ പിന്നെ അതിനകത്ത് പണമൊന്നും ഉണ്ടാവില്ല, അഡ്ജസ്റ്റ്മെൻറ്റും രേഖയും മാത്രമേ ഉണ്ടാവൂ. 1/4/2024 SDRFിനകത്ത് 588 കോടി രൂപയാണ് കണക്ക് പ്രകാരം കേരളത്തിൽ ഉണ്ടായിരുന്നത്. അതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 279 കോടി. 279 കോടി നിലനിൽക്കുമ്പോൾ 253 കോടി തന്നാൽ പിന്നെ അതിൻ്റെ ഇടയിൽ കേന്ദ്ര സർക്കാരിൻ്റെ പണം ഇനിയും അവിടെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു പൈസയും ഉണ്ടാകില്ല. അതുകൊണ്ടാണ് ആ ഓർഡറിനകത്ത് തന്നെ ഈ കാര്യങ്ങൾ പറയുകയും എന്നാൽ അനുവദിച്ച തുക NDRFിൽ നിന്ന് ഇങ്ങോട്ട് വന്ന തുക നിൽ, 0 എന്ന് കൃത്യമായി കാണിക്കുന്നത്. ആളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പാടില്ല. ഇത് വളരെ വ്യക്തമാണ്, കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഓപ്പൺ കോർട്ടിൽ പറഞ്ഞത്, നിങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്, 100 രൂപയ്ക്ക് ചില്ലറയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചില്ലറയുണ്ട്, പക്ഷേ നിങ്ങൾക്ക് തരില്ല എന്നതാണ്. ഇത് വളരെ കൃത്യമാണ്. അതിനകത്ത് കൃത്യമായി രേഖാപരമായി പറയുന്നു നിൽ. മാത്രമല്ല ശ്രീ ശ്രീപത്മനാഭൻ, ഈ മെമ്മോറാണ്ടം സമർപ്പിച്ചില്ല എന്നത് തന്നെ നിലനിൽക്കുന്ന ഒന്നല്ല. അതാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിൽ വിശദീകരിച്ചത്. മെമ്മോറാണ്ടം കൃത്യമായി സമർപ്പിക്കുകയും, അതായത് ജൂലൈ 30 സംഭവം ഉണ്ടാകുന്നു, ഓഗസ്റ്റ് 10 പ്രധാനമന്ത്രി എത്തുന്നു, ഓഗസ്റ്റ് 17 സർക്കാർ ഇതിന്റെ NDRFിന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ആവശ്യപ്പെടാവുന്ന തുകയുടെ വിശദാംശങ്ങൾ നൽകുന്നു. അതിനുശേഷം പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ PDNA സമർപ്പിക്കണമെന്ന് പറയുന്നു. ഇതിനു മുൻപ് ഇതേ സമാന സ്വഭാവത്തിൽ ദുരന്തമുണ്ടായിട്ടുള്ള സിക്കിമിലും ഉത്തരാഖണ്ഡിലും ഒക്കെ ഒരു മിനിറ്റ്, സിക്കിമിലും ഉത്തരാഖണ്ഡിലും ഒക്കെ ഇതേപോലെ 90 ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അമിത്ഷാ മറുപടി നൽകുമ്പോൾ മാത്രം കേരളം ഇതൊന്നും ചെയ്തില്ല എന്ന തെറ്റായ കാര്യങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ അവതരിപ്പിക്കുന്നു. അതിനാണ് അന്ന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത്. ശ്രീ പത്മനാഭൻ, തെറ്റാണ് പറയുന്നത്. 145 കോടി രൂപ ജൂലൈ 31-നും 145.62 കോടി രൂപ ഒക്ടോബർ 31-നും കൊടുത്തതിന് ശേഷം ഇന്റർ മിനിസ്റ്റീരിയൽ കമ്മിറ്റികളുടെ ആദ്യത്തെ ഇവരുടെ മെമ്മോറാണ്ടം കഴിഞ്ഞ് ഇന്റർ മിനിസ്റ്റീരിയൽ കമ്മിറ്റി പഠിച്ചതിന് ശേഷമാണ് 153 കോടി രൂപ അനുവദിച്ചത്. അതിനുശേഷമാണ് PDNA കൊടുത്തത്. ആ PDNAക്ക് വേണ്ടിയാണ് അത് റിപ്പോർട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. 588 പേജുള്ളത്. അത് അടുത്ത ദിവസം അതിൻ്റെ തീരുമാനമുണ്ടാവും. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ സർക്കാരിന്റെ അഭിഭാഷകൻ കോടതിയിൽ സത്യവാങ്മൂലം കൊടുക്കണം. സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിലേക്ക് കൊടുത്ത കാര്യമാണോ പറയുന്നത്? പിന്നെ ആർക്ക് കൊടുത്തു? ഇല്ല ഇല്ല. പിന്നെ ആർക്ക് കൊടുത്തു? എങ്ങോട്ട് കൊടുത്തു? രേഖ കാണിക്ക്. ഏത് തുക ആർക്ക് കൊടുത്തു? രേഖ കാണിക്ക്. നിങ്ങൾ മാത്രം വന്ന് പറയരുത്. അതാ ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് 2001/4/2024 നമ്മുടെ അക്കൗണ്ടിൽ 588 കോടിയാണുള്ളത്. ആ 588 കോടിയുടെ പകുതി എന്ന് പറയുന്നത് 279 കോടിയാണ്. നിങ്ങൾ അനുവദിച്ചു എന്ന് പറയുന്നത് 253 കോടിക്ക് പകരം 300 കോടിയാണെങ്കിൽ 10-21 കോടി രൂപ അതിലേക്ക് വരുമായിരുന്നു. നിങ്ങൾ ഈ പകുതി ഞങ്ങളുടേതാണ് എന്നതുകൊണ്ട് നുണ ആരാണ് പറയുന്നത്, എന്തിനാണ് പറയുന്നത് നമുക്ക് നോക്കാം. ഒരു മിനിറ്റ്, ഞാൻ വരാം. ശ്രീ ഒരു മിനിറ്റ് അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹം കുറച്ച് സമയം നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ടാകും. പ്രശാന്ത് പത്മനാഭൻ, ഇതിലെ സാങ്കേതികവും നിയമപരവുമായ കാര്യങ്ങൾ കൂടി പരിശോധിക്കണമല്ലോ. സൈനിക സേവനത്തിന്, ഇത്തരം ദുരന്തമുഖത്ത് സൈന്യം നൽകുന്ന സേവനത്തിന് പ്രത്യേകിച്ച് സാമ്പത്തിക സഹായമൊന്നും നൽകാതെ അവഗണിക്കപ്പെട്ട മാനസികാവസ്ഥയിൽ നിൽക്കുന്ന കേരളത്തോട് തുക ചോദിക്കുന്നത് നിയമാനുസൃതമാണ്, അത് വ്യവസ്ഥകൾക്കനുസരിച്ചാണ് എന്ന വാദമാണ് കേന്ദ്ര സർക്കാർ ഉന്നയിക്കുന്നത്. അതിനെ എങ്ങനെയാണ് നിയമത്തിന്റെ അല്ലെങ്കിൽ വ്യവസ്ഥകളുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിന്റെ കീഴിൽ സെൻട്രൽ ഗവൺമെന്റ് തരേണ്ട ഒരു ഫണ്ട് പോലും, നാഷണൽ ഡിസാസ്റ്റർ റിലീഫ് ഫണ്ട്, അത് ഒരു പൈസ പോലും കേരളത്തിന് നൽകിയിട്ടില്ല. പ്രൈം മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ടിൽ നിന്ന് ഒരു പൈസയും വന്നിട്ടില്ല കേരളത്തിൽ. ഇത് രണ്ടും കേരള ഹൈക്കോടതിയിൽ അമിക്കസ് ക്യൂറി കൊടുത്ത റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഇദ്ദേഹം എന്താണ് പറയുന്നത്, എത്ര തുകയാണ് വന്നതെന്നുള്ളതിനെ പറ്റി എന്താണ് പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഫിനാൻസ് കമ്മീഷൻ, നേരത്തെ അദ്ദേഹം പറഞ്ഞല്ലോ കോൺഗ്രസ് പാസ്സാക്കിയ നിയമമാണ്. ഫിനാൻസ് കമ്മീഷൻ, മോദി ഗവൺമെൻറ്റിൻ്റെ കീഴിൽ രൂപീകൃതമായിട്ടുള്ള ഫിനാൻസ് കമ്മീഷൻ പറയുന്നത് 75% സെൻട്രൽ ഗവൺമെൻറ്റും 25% സ്റ്റേറ്റും ബെയർ ചെയ്യണമെന്നുള്ളതാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫണ്ടിൽ. അപ്പോൾ ഇതൊരു ഡിസാസ്റ്റർ ആണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ.
ഡിസാസ്റ്ററാണ്. ഫ്ലഡ്, നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ ഡിസാസ്റ്ററാണ്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിൻ്റെ കീഴിൽ വന്നിരിക്കുന്ന ഒരു കലാമിറ്റി, അതിൽ വന്നിരിക്കുന്ന സെൻട്രൽ ഗവൺമെൻറ് ബാധ്യസ്ഥമായിട്ടുള്ള തുക എന്തുകൊണ്ട് അവർ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ കൊടുക്കും എന്ന് ഇപ്പോൾ പറയുന്നത് എന്താണ് ഇത്ര കാലതാമസം വരുന്നതെന്ന് MP-മാർ, കേരളത്തിലെ മുഴുവൻ MP-മാർ ചോദിച്ചിട്ട് അതിനുള്ളിൽ മറുപടിയില്ല. കോടതിയിലും മറുപടിയില്ല, പാർലമെൻറ്റിലും മറുപടിയില്ല. പിന്നെ എങ്ങനെയാണ് ഇതിനെ ന്യായീകരിക്കുന്നതെന്ന് ഒട്ടും മനസ്സിലാകുന്നില്ല. പിന്നെ സാധാരണ രീതിയിൽ ഒരു വിമാനം അയക്കുമ്പോൾ അതിൻ്റെ ചാർജസ് ഒക്കെ കൊടുക്കണമെന്ന് പറയുന്ന പ്രൊവിഷൻ അദ്ദേഹത്തെ കാണിക്കുന്നത്. അത് ഇവിടെ എങ്ങനെയാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു റിലീഫ് അല്ലെങ്കിൽ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്താൻ വേണ്ടി വന്ന വിമാനത്തെ അയക്കുന്നതും സെൻട്രൽ ഗവൺമെൻറ് പെട്ടെന്ന് ഡിപ്ലോയ് ചെയ്ത ഫോഴ്സസും ഒക്കെ ആ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അതിലെങ്ങനെയാണ് ചാർജബിൾ ആകുന്നത്, എങ്ങനെയാണ് അത് സെൻട്രൽ പെട്ടെന്ന് അസിസ്റ്റൻസ് കൊടുക്കണമെന്നുള്ളതാണ്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിൻ്റെ കീഴിലുള്ള സ്കീമുണ്ട്. അതിൽ ഗവൺമെൻറ്റുകൾ കാലാകാലം നടപ്പാക്കിയിരിക്കുന്ന നയങ്ങളുണ്ട്. ആ നയത്തിൻ്റെ കീഴിൽ എത്ര തുകയാണ് കിട്ടാനുള്ളത്, കേരളത്തിന് എത്രയാണ് കൊടുക്കാനുള്ളത്, സെൻട്രൽ ഗവൺമെൻറ് എന്തെങ്കിലും പറയുന്നുണ്ടോ, അതിൽ എത്രയാണ് കൊടുത്തിരിക്കുന്നത്? ഇത് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന ഒരു തുകയും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ഇദ്ദേഹം ജസ്റ്റിഫൈ ചെയ്യുന്നത്? എന്താണ് കേരളത്തോട് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം? നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തമിഴ്നാടിന് കൊടുത്തിട്ടുണ്ട്, ബാക്കി സ്റ്റേറ്റുകൾക്ക് കൊടുത്തിട്ടുണ്ട്. കേരളത്തിനോട് മാത്രം എന്താണ് അവഗണന? ഇത് എല്ലാ MP-മാരും ഒറ്റക്കെട്ടായിട്ട് ഇത് ചോദിക്കുമ്പോഴും എന്തുകൊണ്ടാണ് ഇതിന് ശരിയായ മറുപടി വരാത്തത്? നമ്മൾ കേരളം രാജ്യത്തിൻ്റെ ഭാഗമല്ലേ, ഇന്ത്യയുടെ ഭാഗമല്ലേ? അദ്ദേഹം എന്തുകൊണ്ടാണ്, എനിക്ക് മനസ്സിലാകാത്തത്, ഈ നിയമത്തിൻ്റെ നൂലാമാലകൾ വ്യാഖ്യാനിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ പണം, നമുക്ക് അവകാശപ്പെട്ട പണം എന്തുകൊണ്ടാണ് സെൻട്രൽ ഗവൺമെൻറ് തരാത്തതെന്നുള്ളതിന് എന്താണ് അദ്ദേഹം പറയുന്ന ജസ്റ്റിഫിക്കേഷൻ എന്ന് മനസ്സിലാകുന്നില്ല. റിലവൻ്റ് ആയിട്ടുള്ള പ്രൊവിഷൻസ് ഒന്നുമല്ല കാണിച്ചത്. അദ്ദേഹം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിൻ്റെ കാര്യം പറഞ്ഞു. അതിൻ്റെ കീഴിലുള്ള എന്ത് സ്കീമാണ് ഇപ്പോൾ ഉള്ളത്? ഫിനാൻസ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന 75:25 എന്നുള്ള ആ റേഷ്യോ ഫോളോ ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് എത്ര പണമാണ് തരാനുള്ളത്? കേരള ഗവൺമെൻറ് കണക്ക് കൊടുത്തിട്ടില്ല എന്നൊരു വാദമുണ്ടോ? എന്താണ് പ്രശ്നം എന്നുള്ളത് മനസ്സിലാകുന്നില്ല. ശരി, ഞാൻ വരാം. ശ്രീ ജിൻഡോ ജോൺ, കോൺഗ്രസ് ഭരിച്ചപ്പോൾ ഉണ്ടാക്കിയ നിയമം, ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും കാര്യങ്ങൾ നടക്കുന്നത്. സൈന്യം സേവനം നൽകിയാൽ അതിന് ബില്ല് വരും. അത് ഞങ്ങൾ ഉണ്ടാക്കിയ നിയമമല്ല, ഉള്ള വ്യവസ്ഥകൾ പാലിക്കുന്നു. ഇതാണ് കോൺഗ്രസിനെ കുറിച്ച് പറയുമ്പോൾ ശ്രീപത്മനാഭൻ്റെ ഒരു വാദം. മാത്രമല്ല, പാർലമെന്റിന് പുറത്തുനിന്ന് പ്രിയങ്ക ഗാന്ധി നേതൃത്വം നൽകിയ പ്രതിഷേധത്തിൽ വയനാടിനെ അവഗണിക്കുന്നതിൽ രാഷ്ട്രീയമുണ്ടെന്ന ആരോപണം ഉന്നയിച്ചിരുന്നു. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ പലരും കോൺഗ്രസിനെ വിമർശിക്കുന്നത്, പ്രത്യേകിച്ച് CPM-ൽ നിന്നുണ്ടാകുന്ന വിമർശനം, കോൺഗ്രസ് കേന്ദ്രത്തെ സ്പെയർ ചെയ്യുകയും സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുകയും ചെയ്യുന്ന നിലപാട് സ്വീകരിക്കുന്നു എന്നാണ്. ഗോപി, ഇതിലൊരു കാര്യം, ഇത് ഇപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് മാറിയിട്ട് 11 വർഷമായല്ലോ. കോൺഗ്രസിൻ്റെ കാലത്തുണ്ടാക്കിയ ഒരു നിയമമാണ് ഇതിലെ പ്രശ്നമെങ്കിൽ, ഈ 11 വർഷക്കാലം ഇതൊരു മോശപ്പെട്ട കാര്യമാണെങ്കിൽ എന്തുകൊണ്ടാണ് BJP അത് തിരുത്താത്തത്? ഒന്നാമത്തെ ചോദ്യം. ഇനി 2, 11 വർഷങ്ങൾക്ക് മുമ്പ് ഈ രാജ്യം കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് ഇടത് പാർട്ടികൾ ഉൾപ്പെടെ കോൺഗ്രസിനെ പിന്തുണച്ചുകൊണ്ട് കോൺഗ്രസ് UPA സർക്കാർ ഈ രാജ്യം ഭരിക്കുന്ന കാലത്തും ഇത്തരത്തിൽ നിരവധി സംഭവങ്ങൾ, നാച്ചുറൽ കലാമിറ്റീസൊക്കെ ഈ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നിട്ടുണ്ട്. അന്ന് എങ്ങാനും ഇത്തരത്തിലുള്ള ഒരു വാർത്ത നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടോ? ഇവിടെ ഇത്തരം വാർത്തകൾ, ഈ BJP സർക്കാരിൻ്റെ തോന്നിവാസങ്ങൾ വാർത്തയാകുന്നതിലാണ് പ്രശ്നം. അവർക്ക് എന്ത് പോക്കിരിത്തരവും ചെയ്യാം. ഒരു ജനതയെ മുഴുവൻ കൊള്ളയടിക്കാം, സർവ്വ രീതിയിലും സമസ്ത മേഖലയിലും കൊള്ളയടിക്കാം. പക്ഷേ ആ ജനത ഒരു പ്രയാസത്തിൽപ്പെടുമ്പോൾ, ദുരന്ത ഭൂമിയിൽ നിൽക്കുമ്പോൾ അവരത് അതിൻ്റെ മറയാക്കി കൊള്ളയടിക്കാൻ നോക്കുക. എന്നിട്ട് അത് വാർത്തയാകുന്നതിന് ആക്ഷേപിക്കുകയാണ്. എന്നിട്ട് 11 വർഷം മുമ്പ് ഈ രാജ്യം ഭരിച്ചതിൽ നിന്ന് പുറത്തേക്ക് പോയ ഒരു പാർട്ടിയെയും അല്ലെങ്കിൽ മുന്നണിയെയും ആക്ഷേപിക്കുന്നു. ഇവർക്ക് എന്ത് പൊളിറ്റിക്കൽ കമ്മിറ്റ്മെൻ്റാണ് ഈ ജനതയോടുള്ളത്? അതിനൊരു മറുപടി പറയണ്ടേ? ഇനി ഒരു കാര്യം ഞാൻ പറയുന്നത്, 2020 തൊട്ട് 2024 വരെയുള്ള കാലഘട്ടത്തിൽ കോർപ്പറേറ്റ് കമ്പനികളുടെ 10 ലക്ഷം കോടി രൂപയാണ് അവരുടെ എഴുതിത്തള്ളിയിട്ടുള്ളത്, പൊതുമേഖലാ ബാങ്കുകൾ എഴുതിത്തള്ളിയിട്ടുള്ളത്. ഏതെങ്കിലും ഒരു സാധാരണക്കാരന് ഒരു ആശ്വാസകരമായിട്ടുള്ള നടപടി ഈ 11 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ നടന്നിട്ടുണ്ടോ? കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടായിട്ടില്ല. പ്രളയ സമയത്ത് അവർ അരി തരും, പിന്നീട് പ്രളയം മാറുമ്പോൾ അരിയുടെ പണം വാങ്ങും. ആ പ്രളയ സമയത്ത് അരി തരുമ്പോൾ പറയും മോദിയുടെ കരുണാ കടാക്ഷം എന്ന്. അതുപോലെ തന്നെ പ്രളയ സമയത്ത് എയർ ലിഫ്റ്റിംഗ് നടത്തിയാൽ മോദി വിമാനം അയച്ചതുകൊണ്ടാണ്, ഹെലികോപ്റ്റർ അയച്ചതുകൊണ്ടാണ് ആളുകളെ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതെന്ന് പറഞ്ഞ് ഇവർ
വലിയ PR വർക്ക് നടത്തും. അത് കഴിയുമ്പോൾ അതിൻ്റെ പണം വാങ്ങും. അത് സമാനമല്ലേ മുണ്ടക്കൈയിലെ ദുരന്തത്തിലും? മോദി ഒരു ഡിസാസ്റ്റർ ടൂറിസം നടത്തുന്നു, വലിയ കരുണാമയനായ മോദിയുടെ സന്ദർശനം മാധ്യമങ്ങൾ വാർത്തയാക്കുന്നു. അന്നൊക്കെ മാധ്യമങ്ങൾ ഇവർക്ക് വലിയ പലഹാരമായിരുന്നു. ഇന്ന് മോദി വാക്ക് പാലിക്കാത്ത മോദി സർക്കാരിനെതിരെ മാധ്യമങ്ങൾ വാർത്ത കൊടുത്താൽ അത് മാധ്യമങ്ങളുടെ അജണ്ട, പ്രതിപക്ഷത്തിൻ്റെ ദുഷ്ടലാക്ക് എന്നൊക്കെ പറയുന്നു. ഈ ചർച്ചയിൽ ശ്രീ പത്മനാഭൻ ഒരു മറുപടി പറയണം. BJPയുടെ ഒരു MP സുരേഷ് ഗോപി കേരളത്തിൽ നിന്ന് ജയിച്ചു പോയിട്ടുണ്ടല്ലോ. ഇവിടെ നിന്ന് ഒരു MPയെ കിട്ടിയാൽ ഇവിടെ എന്തൊക്കെയോ മലമറിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ മറ്റൊന്നും മറിക്കേണ്ട. ആ മുണ്ടക്കൈയിലെ മുരളീധരൻ പറഞ്ഞ പോലെ ഒരു പഞ്ചായത്ത് മുഴുവൻ പോയിട്ടില്ലെങ്കിലും ഞങ്ങളെപ്പോലുള്ള മനുഷ്യർക്ക് ദുഃഖകരമായിട്ട് 3 വാർഡിൽപ്പെട്ട 100 കണക്കിന് മനുഷ്യർ ഇപ്പോഴും കുറേ ആളുകളെ മണ്ണിൻ്റെ അടിയിലാണ്, കിട്ടിയിട്ട് പോലുമില്ല. ആ മനുഷ്യരുടെ വിലാപത്തിൽ ഞങ്ങൾക്ക് സങ്കടമുണ്ട്. ഞങ്ങൾ അവരോട് അനുഭാവപൂർവ്വമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്നു. BJPയുടെ നിലപാട് എന്താ? അവരെ പരിഗണിക്കണമോ? അവർക്ക് ദുരിതാശ്വാസം കൊടുക്കണമോ? അവർക്ക് ദുരന്തത്തിൽ നിന്ന് കരകയറാനുള്ള മാർഗങ്ങൾ കൊടുക്കണമോ? എന്താണ് നിങ്ങളുടെ പദ്ധതി? നിങ്ങൾ എന്തുകൊണ്ടാണ് കേരളത്തിന് ഒരു പാക്കേജ് പ്രഖ്യാപിക്കാത്തത്? കേരളം ഇന്ത്യയുടെ ഭാഗമല്ലേ? ഇവിടെ നിന്ന് ജയിച്ചു പോയ സുരേഷ് ഗോപി കേന്ദ്ര മന്ത്രിസഭയിൽ അംഗമാണല്ലോ. അദ്ദേഹം കേരളത്തിൽ നിന്നാണല്ലോ MP ആയി ജയിച്ചത്. അദ്ദേഹത്തിന്റെ നിലപാട് എന്താണ്? കേരളത്തിലെ മാത്രമല്ല ജിൻഡോ, ഈ മഴക്കെടുതി ഉണ്ടായപ്പോൾ ത്രിപുരയ്ക്ക് 40 കോടി, പ്രളയം ഉണ്ടായപ്പോൾ ആന്ധ്രാപ്രദേശിനും തെലങ്കാനയ്ക്ക് 3448 കോടി, സംഭവങ്ങളൊന്നും ഉണ്ടാകുന്നതിന് മുൻപേ ബീഹാറിന് 11,500 കോടി. ഇതൊക്കെ ഏത് PDNയെ സമർപ്പിച്ചിട്ടാണെന്ന് ശ്രീ പത്മനാഭൻ പറയുമായിരിക്കും ഈ ചർച്ചയിൽ. അല്ല ഗോപി, ഇതിലൊരു പ്രശ്നമേ. കേരള സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കാം, അതിൽ ഫാക്ച്വൽ ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾക്കും വിമർശിക്കാം. പക്ഷേ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമേ, ഈ ബീഹാറിനും ആന്ധ്രയ്ക്കുമൊക്കെ പാക്കേജ് കൊടുക്കുന്നതിന് കാരണമുണ്ട്. കാരണം മോദിയുടെ തലയും വായും കൈയും കാലും ഒക്കെ ഈ ചന്ദ്രബാബു നായിഡുവിൻ്റെയും അതുപോലെ നിതീഷ് കുമാറിൻ്റെയും ഒക്കെ കക്ഷത്തിലും ഒക്കെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് പാക്കേജ് പ്രഖ്യാപിക്കും. ഞാൻ ചോദിക്കുന്നത്, കേരളം ഇവർക്ക് ഒരു കൺസേൺ ആയിട്ടുള്ള ഒരു സംസ്ഥാനമല്ലേ? മണിപ്പൂരും കേരളവും ഒന്നും ഇന്ത്യയിലെ സംസ്ഥാനങ്ങളല്ലേ? ഇവിടെ നിയമത്തിന്റെ കുറെ വകുപ്പുകൾ അദ്ദേഹം വായിക്കും. നിയമം മാത്രമല്ല മാഷെ നടപ്പാക്കേണ്ടത്, നീതി കൂടി നടപ്പാക്കണം, നീതി പുലരണം. ഏത് നിയമത്തിന്റെ ഏത് വകുപ്പ് വെച്ച് നിങ്ങൾ ന്യായീകരിച്ചാലും ഈ കേരളത്തിലെ ജനങ്ങളോട് നീതിപൂർവമായ ഒരു സമീപനം എടുക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചോ? അല്ല, താങ്കളൊന്നും നിർത്തുന്നത് ഞങ്ങൾ പറയട്ടെ. ആര് പാസ്സാക്കിയാലും മോശപ്പെട്ട നിയമമാണെങ്കിൽ നിങ്ങൾ എന്താ തിരുത്താൻ? ആര് പാസ്സാക്കിയാലും നിങ്ങൾ എന്താ തിരുത്താൻ വരുന്നത്? മോശപ്പെട്ട നിയമമാണോ? മോശപ്പെട്ട നിയമമാണോ? പരാതി ഉണ്ടായിരുന്നു. താങ്കൾ നിർത്തുന്നേ, ഞങ്ങൾ പറയട്ടെ. താങ്കൾ കുറെ കഥയൊക്കെ പറഞ്ഞല്ലോ. ആര് പാസ്സാക്കിയ നിയമമായാലും മോശപ്പെട്ട നിയമമാണെങ്കിൽ താങ്കൾ എന്തുകൊണ്ട് തിരുത്താനില്ല? താങ്കളുടെ സർക്കാർ കോൺഗ്രസ് ഈ രാജ്യം ഭരിച്ചപ്പോൾ ഇത്തരത്തിലൊരു പരാതി വന്നിട്ടുണ്ടോ? കോൺഗ്രസ് ഈ രാജ്യം ഭരിച്ചപ്പോൾ നോട്ട് നിരോധിച്ചതിന്റെ പേരിൽ ഏതെങ്കിലും മനുഷ്യന്മാർ തെരുവിൽ മരിച്ചു വീണിട്ടുണ്ടോ? കോൺഗ്രസ് ഈ രാജ്യം ഭരിച്ചപ്പോൾ ഏതെങ്കിലും മനുഷ്യർ കൊള്ളയടിച്ചു എന്ന് പറഞ്ഞ് കരഞ്ഞിട്ടുണ്ടോ? ഇന്നലെ ഈ സംസ്ഥാനത്ത് മുഴുവൻ കൊള്ളയടിച്ചുകൊണ്ട് നികുതി പിരിവിലൂടെ പണം ആർജിക്കുന്നു. എന്നിട്ട് 1 രൂപ പോലും ഈ സംസ്ഥാനത്തിന് കൊടുക്കുന്നില്ല. ഒരു ഉളുപ്പമില്ലാതെ BJPയുടെ പ്രതിനിധി വന്ന് ന്യായീകരിക്കുകയാണ്. 3.5 കോടി ജനങ്ങളോട് മറുപടി പറയണമെന്നേ. നിങ്ങൾക്ക് മറുപടി പറയണ്ടേ? എന്താ BJPയുടെ നിലപാട്? കേന്ദ്ര സർക്കാർ അല്ല, ശ്രീ പത്മനാഭൻ, വളരെ സ്ട്രെയിറ്റ് ആയതും ലളിതമായതുമായ ഒരു ചോദ്യം ജിൻഡോ ജോൺ ചോദിച്ചു. വയനാട്ടിലെ ചൂരൽമലയിലെയും മുണ്ടക്കൈയിലെയും ദുരന്ത ബാധിതരുടെ കാര്യത്തിൽ എന്താണ് BJPയുടെ നിലപാട്? അവിടുത്തെ ജനങ്ങൾക്ക് ദുരിതാശ്വാസം വേണം എന്ന അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? മതിയായ പുനരധിവാസം നടപ്പാക്കണം എന്ന അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? നിങ്ങളുടെ 2 കേന്ദ്രമന്ത്രിമാർ ഇവിടെ ഉള്ളപ്പോൾ ഈ കേന്ദ്രത്തിന്റെ സഹായധനം വയനാട്ടിൽ ഈ ദുരന്തം അനുഭവിക്കുന്ന പാവപ്പെട്ടവരുടെ കൈകളിലേക്ക് എത്തണം എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? പ്രധാനമന്ത്രി വന്ന് കണ്ട് കണ്ണീർ തൂകിപ്പോയ ആ നാട്ടിലെ ജനങ്ങൾക്ക് ചികിത്സയടക്കമുള്ള കാര്യങ്ങൾക്ക് വഴിമുട്ടി നിൽക്കുമ്പോൾ കേന്ദ്രത്തിന്റെ ഒരു കൈത്താങ്ങ് കൊടുക്കണമെന്ന അഭിപ്രായം സംസ്ഥാനത്ത് BJPക്ക് ഉണ്ടോ? ആ ചോദ്യത്തിന് എന്താണ് താങ്കളുടെ മറുപടി? പറയാം. ആദ്യം പ്രശാന്ത് പത്മനാഭ, താങ്കൾ ഒരു മുതിർന്ന വക്കീലല്ലേ? നിങ്ങളിത് വായിച്ചു നോക്കിയിട്ടില്ല? റിലീഫിന് 1970 ഇൻസ്ട്രക്ഷൻ ബാധകമല്ലെന്നോ? ഫോർ ദി മെയിൻ്റനൻസ് ഓഫ് ലോ ആൻഡ് ഓർഡർ, മെയിൻ്റനൻസ് ഓഫ് എസെൻഷ്യൽ സർവീസസ്, ഡിസാസ്റ്റർ റിലീഫ് ആൻഡ് അതർ ടൈപ്പ് ഓഫ് അസിസ്റ്റൻസ്, ആംഡ് ഫോഴ്സസ് ക്യാൻ ബി ആസ്ക്ഡ് ടു പ്രൊവൈഡ് ട്രൂപ്സ് ആൻഡ് എക്യുപ്മെന്റ്സ് ഫോർ എ ഫ്ലാഗ് മാർച്ച്, റെസ്ക്യൂ ആൻഡ് റിലീഫ്. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് പൈസ ചോദിക്കാൻ ഇവർക്ക് അധികാരമുണ്ട്. അതുകൊണ്ട് അവർ ബില്ലയക്കുന്നത്. പിന്നെ നിങ്ങൾ പറഞ്ഞു ഒന്നും കൊടുത്തില്ല എന്ന്. ഹൈക്കോടതിയിൽ കേരള ഗവൺമെന്റ് എന്താ പറഞ്ഞത്? കേരള ഗവൺമെന്റ് പറഞ്ഞത് 394 രൂപ മുൻപാക്കിയും 145 രണ്ടെണ്ണം 290 ഞങ്ങളെ കൈവശം SDRF ഫണ്ടിൽ കേന്ദ്രത്തിൻ്റെതുണ്ട്. പക്ഷെ അതിന് മറ്റ് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്.
മറ്റ് ശ്രീപത്മനാഭൻ, അത് SDRF കേന്ദ്ര സർക്കാർ കേരളത്തിന് കൊടുക്കേണ്ട വിഹിതമാണ്. എന്താണ് കേരളം ആവശ്യപ്പെട്ടത്? അടിയന്തരമായ ധനസഹായം, സ്പെഷ്യൽ പാക്കേജ്. താങ്കൾ നേരത്തെ പറഞ്ഞു ആന്ധ്രാപ്രദേശിലെയും അതല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലും അത് ബഡ്ജറ്റ് അലോക്കേഷൻ ആണെന്ന് പറഞ്ഞു. കേരളത്തിൽ 2 പ്രളയവും പ്രളയ സമാന സാഹചര്യങ്ങളും ഉണ്ടായിട്ട് ബജറ്റ് അലോക്കേഷനിൽ എന്താണ് കേരളത്തിന് കിട്ടിയത്? എന്താണ് കേരളത്തിന് കിട്ടിയത്? കനിമൊഴി ഇന്നലെ പ്രസംഗിച്ചില്ലേ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ലെന്ന്. ഞാൻ ചോദിച്ചത് ത്രിപുരയ്ക്ക് 40 കോടി, ആന്ധ്രാപ്രദേശിനും തെലങ്കാനയ്ക്ക് 3448 കോടി, ബീഹാറിന് 11,500 കോടി അലോക്കേറ്റ് ചെയ്യപ്പെട്ടപ്പോൾ കേരളത്തിന് എന്ത് കൊടുത്തു കേന്ദ്ര സർക്കാർ എന്നാണ് ചോദിച്ചത്. രണ്ടാമത്തെ കാര്യം, ശ്രീപത്മനാഭൻ, വയനാട്ടിലെ ജനങ്ങളുടെ കാര്യത്തിൽ എന്താണ് സംസ്ഥാനത്ത് BJPയുടെ നിലപാട്? കേന്ദ്ര സഹായം വേണമോ വേണ്ടയോ? കേന്ദ്രത്തിന്റെ സ്പെഷ്യൽ പാക്കേജ് വയനാട്ടിലെ ദുരന്ത ബാധിതർ അർഹിക്കുന്നുണ്ടോ ഇല്ലയോ? എന്താണ് അതിൽ അഭിപ്രായം? തമിഴ്നാട് പറയുമ്പോ ആന്ധ്ര പറയല്ല, ഓടല്ല. അല്ല, ഇത് പറഞ്ഞാൽ മതി. താങ്കൾ ഓടണ്ട, ഇത് പറഞ്ഞാൽ മതി. എന്താണ് നിങ്ങൾക്ക് കേരളത്തിലെ നിലപാട് പറഞ്ഞാൽ മതി. വയനാട്ടിലെ ആളുകൾക്ക് കേന്ദ്ര സഹായം കൊടുക്കണോ? ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞുതരാ. ചോദ്യം ഇങ്ങനെ തുടർന്ന് ഇങ്ങനെ പ്രസംഗിച്ച് പോയല്ല. ഞാൻ പറഞ്ഞുതരാ. കേരള ഗവൺമെന്റ് ആവശ്യപ്പെട്ട PDN 588 പേജ് അവിടെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇന്റർ മിനിസ്റ്റീരിയൽ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം 153 കോടി രൂപ പാസ്സാക്കിയത്. അതിനു മുമ്പ് 145 കൊടുത്തു. ഇത് 2005 ആക്ട് പ്രകാരം ദുരന്തമുണ്ടായിട്ടല്ല പൈസ കൊടുക്കേണ്ടത്. ഓരോ സംസ്ഥാനത്തിനും ഓരോ വർഷവും ദുരന്തമുണ്ടെങ്കിലും ഇല്ലെങ്കിലും പൈസ കൊടുത്തോണ്ടിരിക്കണം കേന്ദ്രം. അത് 2005 ആക്ടിലെ പ്രൊവിഷനാണ്. 1800 കോടി രൂപയാണ് കേരളത്തിന് 5 വർഷത്തേക്ക് നീക്കിവെച്ചത്. അതിൽ 1300 ചില്ലുവാനം കോടി രൂപ കേന്ദ്ര സർക്കാരും 300 ചില്ലുവാനം കോടി രൂപ സംസ്ഥാന സർക്കാരും 400 ചില്ലുവാനം കോടി രൂപ 492 കോടി രൂപ സംസ്ഥാന സർക്കാരും നീക്കി വെക്കണം. അത് വ്യവസ്ഥയാണ്. ആ 1300 ചില്ലുവാനം കോടി രൂപ 2021 മുതൽ 26 വരെയുള്ള കാലത്ത് ഓരോ വർഷവും കുറേശ്ശെ അല്ല, അതൊക്കെ ശരി, SDRFന് കൊടുക്കുന്നല്ല. ഇവിടെ ഒരു കേന്ദ്ര സംഘം വന്ന് പരിശോധിച്ചല്ലോ വയനാട്ടിൽ. ശ്രീപത്മനാഭൻ, അവരൊരു റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് കൊടുത്തില്ലേ? എന്നിട്ട് എന്ത് സഹായധനം വയനാട്ടിലെ ജനങ്ങൾക്ക് നൽകി? ഓഗസ്റ്റ് 10 പ്രധാനമന്ത്രി വന്നു. ഓഗസ്റ്റ് 17 ദേശീയ ദുരന്ത നിവാരണ പ്രതികരണ നിധിയുടെ മാനദണ്ഡങ്ങൾക്കനുസൃതമായി കേരളം ആവശ്യപ്പെടുന്ന തുക ഇനം തിരിച്ചു നൽകി. എന്ത് നടപടി ഉണ്ടായി? അമിത്ഷാ ഒരു കത്തെഴുതി കൊടുത്തു പ്രിയങ്ക ഗാന്ധിക്ക്, ഒന്നും വേണ്ട രീതിയിൽ അറിയിച്ചില്ല. അല്ലാതെ വേറെ എന്ത് നടപടി ഉണ്ടായി? എന്ത് പൈസ കൊടുത്തു? എവിടെ പൈസ കൊടുത്തു? SDRFന് കൊടുത്തല്ലാതെ വേറെ എന്ത് പൈസ കൊടുത്തു? താങ്കൾ കവലപ്രസംഗം നടത്തുന്നുണ്ട്. കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ച് കേരളത്തിലെ 2 പഞ്ചായത്തിൽ സംഭവിച്ച ദുരന്തമാണെന്ന് ലഘൂകരിച്ച് മുൻ കേന്ദ്രമന്ത്രി ഇവിടെ പരാമർശം നടത്തി, ഇരട്ടത്താപ്പ് നടത്തി കേരളത്തിലെ ജനങ്ങളെ ഇരുട്ടിൽ നിർത്തുന്നുണ്ട്. അതുകൊണ്ടാണ് കവലപ്രസംഗം നടത്തേണ്ടത്. അത് ഇനിയും ഞാൻ നടത്തും. ശ്രീ സി ആർ നീലകണ്ഠൻ, അത് താങ്കൾ അതൊരു അല്പമെങ്കിലും ആത്മാർത്ഥത ഈ കാര്യങ്ങളിൽ വേണം. അത് അല്പമെങ്കിലും ആത്മാർത്ഥത ഈ കാര്യങ്ങളിൽ കാണിക്കണം. അപ്പോൾ മനസ്സിലാവും അത് കവലപ്രസംഗമാണോ അല്ലേന്ന്. ശ്രീ സി ആർ നീലകണ്ഠൻ, കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ താല്പര്യമാണോ ഇവിടെ നമ്മൾ കാണുന്നത്? പ്രിയങ്ക ഗാന്ധി പറഞ്ഞതുപോലെ ഇതെല്ലാം രാഷ്ട്രീയത്തിന് ഉപരിയായി കാണേണ്ട വിഷയങ്ങളാണ്. രാഷ്ട്രീയമാണോ കേന്ദ്രം ഇവിടെ കളിക്കുന്നത്? അല്ല, ഒന്നാമത്തെ കാര്യം, അദ്ദേഹം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് നിയമം പറഞ്ഞപ്പോൾ ശ്രീപത്മനാഭൻ നമ്മുടെ അഡ്വക്കേറ്റ് പറഞ്ഞൊരു കാര്യം, അതിൻ്റെ കുറച്ചുകൂടി വിശദീകരണം വേണമെന്ന് എനിക്ക് തോന്നുന്നു. 2005 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് നിയമം വരുമ്പോൾ അതിലുള്ളൊരു പ്രധാന കാര്യം, അതിന് മുമ്പുള്ള നിരവധി നിയമങ്ങളെ അത് അതിജീവിക്കുന്നുണ്ട്. കാരണം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് വിൽ സൂപ്പർസീഡ് മെനി ഓഫ് ദ ആക്ട്സ്. 2, ഇവിടെ 132 കോടി രൂപ ചോദിച്ച കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. അത് ചോദിച്ചത് പരമാബദ്ധമാണെന്നുള്ളത് വരുന്നത് എപ്പോഴാണ്? നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രധാനമന്ത്രി വന്ന് കണ്ടുപോയിട്ടും ഈ കേന്ദ്ര സംഘം വന്നുപോയിട്ടും ഒരു ദുരന്തമുണ്ടായാൽ അവിടെ നിന്നെടുത്തോ ഇവിടെ നിന്നെടുത്തോ എന്നല്ല, പാക്കേജ് പ്രഖ്യാപിക്കുന്നത് എല്ലാ സംസ്ഥാനങ്ങളുടെയും രീതിയാണ്. ഇവിടുത്തെ മാത്രമല്ല, ഇപ്പം ഇതിനു മുമ്പ് പ്രഖ്യാപിച്ചിട്ടില്ലേ? അത് PDN റിപ്പോർട്ട് വന്നിട്ടാണോ? PDN റിപ്പോർട്ടൊക്കെ വരാൻ എത്ര സമയമെടുക്കും? ഒരു ദുരന്തമുണ്ടാവുമ്പോൾ ഞങ്ങളിതാ ഇത്ര പാക്കേജ് പ്രഖ്യാപിക്കുന്നു. ഹിമാചൽ പ്രദേശിന് പ്രഖ്യാപിച്ചതിൻ്റെ കണക്ക് നമ്മുടെ കയ്യിലുണ്ട്. PDN റിപ്പോർട്ട് ഉണ്ടായിരുന്നോ? ത്രിപുരയ്ക്ക് പ്രഖ്യാപിച്ചതിന് ഏത് PDN റിപ്പോർട്ട് അങ്ങയുടെ ഉള്ളതെന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ ഇപ്പോൾ ഏത് ദുരന്തമുണ്ടാകുമ്പോഴും ജോഷിമഠിൽ എത്ര രൂപ പ്രഖ്യാപിച്ചു എന്ന് പഴയ വാർത്ത എടുത്ത് വായിച്ചാലും അറിയാം.
ജോഷിമഠിൽ PDN റിപ്പോർട്ട് കിട്ടിയിട്ടാണോ കേന്ദ്രം പൈസ കൊടുത്തത്? അല്ല. അതിന് കാരണം അവിടെയാണ് ഗോപീഷൻ ചോദിച്ചതിൻ്റെ ചോദ്യം. നമുക്ക് നസ്രയത്തിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന ബൈബിൾ വചനം വളരെ കൃത്യമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് വളരെ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. അതുകൊണ്ടാണ് 2 വാർഡിലേ ഉണ്ടായുള്ളൂ എന്നൊക്കെ 2 വാർഡിലെ 3 വാർഡിലേ ഉണ്ടായുള്ളൂ എന്നൊരു കേന്ദ്രമന്ത്രി ഇവിടെ വന്ന് പറഞ്ഞത്. അത് പറഞ്ഞതല്ല എന്ന് ശ്രീപത്മനാഭൻ പറയുമെന്ന് എനിക്കറിയില്ല. 3 വാർഡിലേ ഇത് ഉണ്ടായിട്ടുള്ളൂ. അവർ ചെറിയ പ്രശ്നമാണ് ഇവിടെ ഉള്ളത്, അവിടെയൊക്കെ ഉണ്ടായത് വലിയ കാര്യമാണ് എന്നാണ്. 500 മനുഷ്യജീവനാണ് ഇവിടെ പോയത്. കേരളത്തിലാണ് കഴിഞ്ഞ ഈ 2023 പാർലമെൻറ്റിൽ മറുപടി കൊടുത്തത്. ഉരുൾപൊട്ടൽ പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടത് കേരളത്തിലാണെന്ന്. അതിനുശേഷമാണ് വയനാട് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയാണ്ടല്ല. അപ്പോൾ തീർച്ചയായിട്ടും SDRF നിന്ന് എടുത്തോളൂ, അല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും എടുത്തോളൂ എന്നല്ല പറയേണ്ടത്. അടിയന്തരമായി, പ്രത്യേകിച്ചും പ്രധാനമന്ത്രി ഇവിടെ വന്ന് കണ്ടു. പ്രധാനമന്ത്രി വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ സാമാന്യം നമ്മൾ പ്രതീക്ഷിച്ചത് ഡിസാസ്റ്ററിന് പ്രൈം മിനിസ്റ്റർ റിലീഫ് ഫണ്ടിൽ നിന്നോ വേറെ ഏതെങ്കിലും ഫണ്ടിൽ നിന്നോ ഒരുപാട് പലതരം ഫണ്ടുകളുണ്ട്, അതിൽ നിന്ന് ഒരു തുക കേരളത്തിന് പ്രഖ്യാപിക്കുമെന്നാണ്. പിന്നെ കേരള സർക്കാർ ചെയ്തത് ശരിയോ തെറ്റോ എന്നുള്ളതൊക്കെ വേറെ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. കേന്ദ്രം എന്തു ചെയ്തു എന്നതാണ് ഇപ്പോൾ ചോദ്യം. അതൊരു പൈസ കൊടുത്തതിന് ശേഷമാണ് നിങ്ങൾ ഈ പറയുന്ന നിയമത്തിൻ്റെ 2ാമത്തെ 3ാമത്തെ വകുപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞു വരുന്നത് ഉണ്ടെങ്കിൽ മനസ്സിലാക്കാം. ഇത് നേരത്തെ ജിൻഡോ ചോദിച്ചൊരു കാര്യമുണ്ട്. വയനാട്ടിലെ ജനങ്ങൾക്ക് ദുരിതാശ്വാസം ചെയ്യാൻ എത്ര പൈസ, എന്ത് പാക്കേജ് ഈ കേന്ദ്രത്തിൻ്റെ കയ്യിലുണ്ട്? ഒരു പാക്കേജും ഇല്ല. ഇപ്പോൾ പറയുന്നത് 585 പേജ് പഠിക്കാമെന്ന്. ഇതാരാ അദ്ദേഹം ആരോടായി പറയുന്നത്? 585 പേജിലുള്ള ഒരു ഡോക്യുമെൻ്റ് പഠിക്കാൻ 2 ദിവസം മതി ഒരു കേന്ദ്ര സർക്കാരിന്. അവിടെ നല്ല വിവരമുള്ള ഉദ്യോഗസ്ഥന്മാരായിരിക്കണേ. ഇത് കിട്ടിയാൽ ആദ്യം പറഞ്ഞു നവംബർ 11 കണക്ക് കൊടുത്തിട്ടുള്ളൂ. നവംബർ 11 കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇന്ന് ഡിസംബർ 14 അപ്പോൾ എന്തേ 1 മാസമായിട്ട് ഇതൊന്നും പഠിച്ചില്ലേ? പ്രശ്നം അതൊന്നുമല്ല. പ്രശ്നം വളരെ വളരെ ലളിതമാണ്. കേരളത്തിലെ വയനാടിന് അങ്ങനെ ഒരു പാക്കേജ് പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല എന്ന് കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നു. അതിന് പറയാനുള്ള ന്യായങ്ങളാണ് ഈ തപ്പിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും വാചകം അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇതൊരു പൊളിറ്റിക്കൽ ഡിസിഷനാണ്. പ്രിയങ്ക ഗാന്ധി പറഞ്ഞതിൽ രാഷ്ട്രീയം കാണണ്ടെന്നാണ്. ഞാൻ യോജിക്കുന്നു. ഒരു ദുരന്തം വരുമ്പോൾ രാഷ്ട്രീയം നമ്മൾ കാണാറില്ല. പക്ഷേ ഇവിടെ രാഷ്ട്രീയം കാണുന്നു എന്നുള്ളതാണ്. ഇന്ത്യൻ ഫെഡറൽ ഘടന അനുസരിച്ച് തീർച്ചയായും ഇപ്പോൾ ഫൈനാൻസ് കമ്മീഷൻ അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അവരുടെ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചർച്ച ചെയ്യുമ്പോൾ ഇങ്ങനൊരു ദുരന്തം ഒരു സംസ്ഥാനത്തുണ്ടായപ്പോൾ അല്ലെങ്കിൽ പറഞ്ഞാൽ മതി വയനാട്ടിലേത് അത്ര വലിയ ദുരന്തമൊന്നുമല്ല. എന്നാൽ പിന്നെ പ്രധാനമന്ത്രി എന്തിനാ കാണാൻ വന്നതെന്ന് ചോദിച്ചാൽ അതങ്ങ് സമ്മതിച്ചാൽ മതി. വയനാട് ഒരു ചെറിയ ദുരന്തം ഉണ്ടായി, നിങ്ങൾ കയ്യിൽ നിന്ന് കാശെടുത്ത് ചെയ്യ്, ഞങ്ങൾ കണക്കൊക്കെ നോക്കിയിട്ട് എപ്പോഴെങ്കിലും തരാം, ആദ്യം ആ ഹെലികോപ്റ്റർ വിട്ടതിൻ്റെ പൈസ ഇങ്ങോട്ട് തന്നേക്ക് എന്ന് പറയുന്ന, ഇത് വയനാട്ടിൽ വലിയ ദുരന്തം ഉണ്ടായില്ല. ശ്രീ CR നീലകണ്ഠൻ, ഇതിൽ മാത്രമല്ല വായ്പാ പരിധിയുടെ കാര്യത്തിൽ ഇപ്പോഴിത് 2020-21 സെസ് ഇനത്തിൽ നമുക്ക് പിന്നെ സർചാർജിലുമൊക്കെ ഉള്ള തുക അത് സംസ്ഥാനങ്ങളുമായി പങ്കുവെക്കണമെന്ന് ധനകാര്യ കമ്മീഷനോട് ആവശ്യപ്പെട്ട കാര്യങ്ങളിൽ ഇതടക്കം കേരളത്തിന്റെ ധനവിഷയവുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിനോട് നിരന്തരം നടത്തുന്ന അഭ്യർത്ഥനകളും ഇടപെടലുകളും ഒന്നും തന്നെ പരിഗണിക്കപ്പെട്ടിട്ടില്ല. ഏറ്റവും ഒടുവിൽ ഈ ധനകാര്യ കമ്മീഷന് മുൻപാകെ നമ്മൾ അവതരിപ്പിച്ച ആവശ്യപ്പെട്ട കാര്യങ്ങൾ അതും പരിഗണിച്ചിട്ടില്ല. അപ്പൊ വ്യക്തമായ രാഷ്ട്രീയ താല്പര്യത്തോടുകൂടി പെരുമാറുന്നതെന്ന് നമ്മൾ സംശയിക്കേണ്ടി വരും. അതാ ഞാനത് സൂചിപ്പിച്ച ഗോപീഷ്ണൻ വളരെ കൃത്യമായും വയനാട്ടിൽ ഒരു വലിയ ദുരന്തമുണ്ടായി. ജോഷിമഠിലെ ദുരന്തവും വയനാട്ടിലെ ദുരന്തവും ഒരുപോലെയാണെന്ന് BJP കാണുന്നുണ്ടോ? ഇല്ല. ഹിമാചൽ പ്രദേശിലെ ദുരന്തവും ത്രിപുരയിലെ ദുരന്തവും വയനാട്ടിലെ ദുരന്തവും ഒരുപോലെയാണെന്ന് കാണുന്നുണ്ടോ? ഇല്ല. വളരെ സിമ്പിളാണ്. അത് ഞങ്ങൾ അങ്ങനെ കാണുന്നില്ല. ഇത് അത്ര ഗൗരവമുള്ള കാര്യമല്ല. എപ്പോഴെങ്കിലും പൈസ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം കണക്ക് നോക്കി കൊടുക്കാം. നിങ്ങൾ രേഖ കണക്ക് PDN റിപ്പോർട്ട് ഇത് പറയുന്ന ആ കാര്യം ശ്രീ പത്മനാഭൻ സമ്മതിച്ചാൽ മതി. വയനാട്ടിൽ അത്ര വലിയ ദുരന്തമൊന്നും ഉണ്ടായിട്ടില്ല. കേരളത്തിൽ നിന്ന് അദ്ദേഹത്തിന് സമ്മതിക്കാൻ പറ്റില്ല. പക്ഷേ അതാണ് കേന്ദ്രം തീരുമാനം എടുത്തിട്ടുള്ളത്. ആ തീരുമാനം ഇതിൽ മാത്രമല്ല, നേരത്തെ ഗോപീഷ്ണൻ പറഞ്ഞ പോലെ ഫൈനാൻസ് കമ്മീഷൻ്റെ അലോക്കേഷനെ സംബന്ധിച്ച് ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യങ്ങളിലൊന്ന് ഫൈനാൻസ് കമ്മീഷനാണ്. ആ ഫൈനാൻസ് കമ്മീഷൻ്റെ അലോക്കേഷനെ സംബന്ധിച്ച് നിരവധി പരാതികൾ കേരളം മാത്രമല്ല മറ്റ് ചില സംസ്ഥാനങ്ങളും കൊടുത്തിട്ടുണ്ട്. ആ പരാതി സംബന്ധിച്ച്, വായ്പാ പരിധി സംബന്ധിച്ച് ഇതിലൊന്നും തന്നെ കൃത്യമായ ഒരു റൂളല്ല ഇവർ അപ്ലൈ ചെയ്യുന്നത്. പൊളിറ്റിക്കൽ റൂളാണ്. ഇത് പൊളിറ്റിക്കൽ ഡിസിഷനാണ് എന്ന് തന്നെ നമ്മൾ കാണണം. ഞാനൊന്ന് ഇടപെടുകയാണ്. ഒരു ചെറിയ ഇടവേള എടുക്കേണ്ട സമയമായതുകൊണ്ടാണ്. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരോട് കേന്ദ്രം കാണിക്കുന്ന സമീപനം അത് ശുദ്ധ മര്യാദകേടാണ് എന്ന് റവന്യൂ മന്ത്രി K. രാജൻ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണോ? അതല്ല കേന്ദ്രം പറയുന്നത് പോലെ അതിൽ സാങ്കേതികമായ കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്? ഈ വിഷയമാണ് ഇന്ന് എൻകൗണ്ടർ പ്രൈം ചർച്ച ചെയ്യുന്നത്. നമുക്കൊരു ചെറിയ ഇടവേള എടുക്കാം. ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാൻ മറ്റ് അതിഥികളുമായി. വളരെ വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് അനക്കമുണ്ടാകാത്തതിന് പിന്നിൽ രാഷ്ട്രീയമാണോ?
ശ്രീ എസ് കെ സജീഷ്, അന്ന് ഈ അരിയുടെ കാര്യത്തിൽ പണം ആവശ്യപ്പെട്ടപ്പോൾ കേരളത്തിന് കൊടുക്കേണ്ടി വന്നു. ഇതും ഇപ്പോൾ ഈ തിരിച്ചടവ് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകിയിട്ടുണ്ട്. പക്ഷേ ശ്രീ ശ്രീപത്മനാഭൻ ചൂണ്ടിക്കാണിച്ചതുപോലെ നേരത്തെ അദ്ദേഹം ആ നിയമമൊക്കെ വായിച്ചിരുന്ന വ്യവസ്ഥകൾ വായിച്ചിരുന്നു. അതനുസരിച്ച് സൈനിക സേവനത്തിന് പണം നൽകേണ്ടതുണ്ട്, മറ്റ് സംസ്ഥാനങ്ങളും അത് നൽകുന്നുണ്ട്. അപ്പോൾ കേരളത്തിന് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും കേരളത്തിൻ്റെ തുടർ നീക്കങ്ങൾ? ഇന്നിപ്പോൾ പാർലമെന്റിന് മുന്നിൽ ഐക്യത്തോടുകൂടി കേരളത്തിലെ എംപിമാർ കേരളത്തിൻ്റെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധത്തിനുണ്ടായിരുന്നു. എന്താണ് സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത്? സത്യത്തിൽ ശ്രീപത്മനാഭൻ BJP ആണെങ്കിലും BJP കേരളത്തോട് കാണിക്കുന്ന അപകടകരമായ അവഗണനയ്ക്കെതിരെ മലയാളി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഒരു പുനഃപരിശോധന നടത്തേണ്ടതുണ്ട്. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികൾക്കും അടുത്ത തലമുറയ്ക്കും പോലും അപകടകരമായ രീതിയിലാണ് കേന്ദ്ര സർക്കാർ കേരളത്തോട് ഇന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്ന വിവേചനമെന്ന് സ്വയം തിരിച്ചറിയണം. അതിനിവിടെ കുറേ കാര്യങ്ങൾ വന്ന് അവതരിപ്പിച്ചുകൊണ്ട് കാര്യമില്ല. അദ്ദേഹം പറഞ്ഞത് വസ്തുതാവിരുദ്ധമാണ് എല്ലാം. ഇവിടെ ഒന്നുകൂടി ഞാൻ പറയാം. ഇതുമായി ബന്ധപ്പെട്ട് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ അധികാരത്തിനപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ കൂടിയുണ്ട്. NDMA ഉണ്ടല്ലോ, നമ്മുടെ രാജ്യത്ത് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി, അതിൻ്റെ യോഗം ചേർന്നിട്ട് 1 വർഷത്തിലേറെയായി. ഈ രാജ്യത്ത് പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ടല്ലോ, 1 വർഷത്തിലേറെയായി അതിൻ്റെ യോഗം പോലും ചേർന്നിട്ട്. ആ യോഗം ചേരാനുള്ള ഒരു ക്ലെയിമാണ് കേരളത്തിലെ സർക്കാർ മുന്നോട്ട് വെച്ചത്. എന്താണത്? അത് സെക്ഷൻ 13 ഉൾപ്പെടുത്തിക്കൊണ്ട് കേരള സർക്കാർ ഇപ്പോൾ സഹകരണ ബാങ്കുകളിലുള്ള ഈ ദുരിതബാധിതരുടെ വായ്പ എഴുതി തള്ളിയതുപോലെ കേന്ദ്ര സർക്കാരും സമീപനം സ്വീകരിക്കണമെന്ന്. ആ അപേക്ഷ എന്ന് പറയുന്നത് ഒരു ഇൻസ്ട്രക്ഷനാണ്, അല്ലെങ്കിൽ അത് NDMA യോഗം ചേരാനുള്ള നിർദ്ദേശമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ യോഗം ചേരേണ്ടതുണ്ട്. 1 വർഷമായി ഈ ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട അടിയന്തര യോഗം പോലും ഇന്ത്യയിൽ നടന്നിട്ടില്ല. ഉണ്ടെങ്കിൽ ശ്രീപത്മനാഭൻ ഏറ്റവും ഒടുവിൽ ചേർന്നത് എപ്പോഴാണെന്ന് പറയട്ടെ. ഇപ്പോൾ കേരളം അത് ക്ലെയിം ചെയ്യുന്നു നിങ്ങൾ ആ യോഗം ചേരുമെന്ന്. അതിനു വേണ്ടിയിട്ടാണ് സെക്ഷൻ 13 ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനെയെല്ലാം അദ്ദേഹം കളവായി നിഷേധിക്കും. ഇപ്പോൾ മറ്റൊരു കാര്യം കൂടി പറയാം. ഇവിടെ നമ്മൾ കേരളത്തോടുള്ള പൊതു അവഗണന പറഞ്ഞു. ഇപ്പോൾ രാജ്യത്ത് ഈ സംസ്ഥാനത്തിൻ്റെയും കേന്ദ്രത്തിൻ്റെയും ധനവിനിയോഗം, അതിൽ സംസ്ഥാനത്തിൻ്റെ ഓൺ റവന്യൂവും കേന്ദ്ര വിഹിതവുമായിട്ടുള്ള തുക വെച്ച് പരിശോധിക്കുമ്പോൾ അതിൽ ഇപ്പോൾ UP ആണെങ്കിൽ അതിൽ 35% സംസ്ഥാനത്തിൻ്റെതും 65% കേന്ദ്രത്തിൻ്റെതുമാണ്. അതുപോലെ തന്നെ ബീഹാർ എടുത്താൽ 25% സംസ്ഥാന സർക്കാരിൻ്റെതും 75% കേന്ദ്രത്തിൻ്റെതുമാണ്. കേരളത്തിൻ്റെ 2023-24 എത്രയാണ്? കേന്ദ്രത്തിൻ്റേത് 18%, സംസ്ഥാനത്തിൻ്റെത് 82%. നാഷണൽ ആവറേജ് എന്ന് പറയുന്നത് 55-45 നമുക്ക് ഈ 45 കിട്ടണമെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ കഴിഞ്ഞ സാമ്പത്തിക വർഷം കേരളത്തിന് ലഭിക്കുന്നത് മറ്റ് സ്റ്റേറ്റിൻ്റെ ആവറേജ് വെച്ച് നോക്കുമ്പോൾ 82-18. അതിഭീകരമായ പ്രതിസന്ധിയാണ് ഒരു സംസ്ഥാനത്തെ കൊണ്ടുവന്നെത്തിക്കുന്നത്. ഇത് ഔദാര്യമായി തരുന്നതല്ല, ഇവിടുന്ന് പിരിച്ചു കൊണ്ടുപോകുന്ന നികുതി ഉൾപ്പെടെയുള്ള നികുതിയിൽ നിന്ന് തരുന്നതാണ്. കേരളം കൃത്യമായി ആ നികുതി മറ്റ് സംസ്ഥാനങ്ങളുടെ ആവറേജ് പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന സംസ്ഥാനമാണ് കേരളം എന്ന് കാണാൻ വേണ്ടി കഴിയും. ഇതെല്ലാം പ്രശ്നമായി നിൽക്കുകയാണ്. ഇവിടെ അദ്ദേഹം പറയുകയാണ് ഈ NDRFിൽ നിന്ന് SDRFിലേക്ക് വരുന്ന പണം 1.25 ലക്ഷം കോടി രൂപയാണ് 1 വർഷം നീക്കിവെക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ഔദാര്യമല്ല. രാജ്യത്ത് നടക്കുന്ന ദുരന്തങ്ങൾ, ആ ദുരന്തങ്ങളെ അഭിമുഖീകരിക്കാൻ വേണ്ടി ഓരോ സംസ്ഥാനങ്ങൾക്കും കൊടുക്കേണ്ട വിഹിതമാണ്. കേരളത്തിന് എത്രയാണ് കിട്ടുന്നത്? അത് 1500-1400 കോടിയിൽ താഴെയല്ലേ നമുക്ക് ലഭിക്കുന്നുള്ളൂ 1 വർഷം. 1.25 കോടി കൊടുക്കുമ്പോൾ ആ 1.25 കോടി ഇതാണ് കിട്ടുന്നതാകെ. അതിൽ നിന്ന് നമ്മളെല്ലാം മീറ്റ് ചെയ്യണം. ഇവിടെ നമ്മൾ ഒന്നുകൂടി കാണേണ്ടത് ഇപ്പോൾ 132 കോടി രൂപ ഈ ഹെലികോപ്റ്ററിൻ്റെയും മറ്റും വാടകയായി കൊടുക്കണം എന്ന് കേന്ദ്ര സർക്കാർ നിയമം ഉദ്ധരിച്ച് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ 638 കോടി രൂപ ബാക്കി നിൽക്കുന്നതിൽ, SDRFിൽ ബാക്കി നിൽക്കുന്നതിൽ കമ്മിറ്റഡ് ആയിട്ടുള്ള പല മേഖലയിലേക്കും കൊടുക്കേണ്ട, നേരത്തെ ഉണ്ടായ ദുരിതങ്ങൾ ഉൾപ്പെടെ ആളുകൾക്ക് വിതരണം ചെയ്യേണ്ട, പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട തുകയാണ്. അതിൽ ബാക്കി നിലനിൽക്കുന്നില്ല. ഇനി കേരളം കൊടുക്കണമെന്ന് ഇവർ നിർബന്ധിക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ മറ്റ് വരുമാനത്തിൽ നിന്ന് എടുത്ത് ഈ പറഞ്ഞ തുക കൊടുക്കേണ്ട അവസ്ഥയിലാണ് നിലനിൽക്കുന്നത്. ഇവിടെയാണ് കണ്ണിൽ ചോരയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്നത് എന്ന് നമ്മൾ കാണണം. പിന്നെ ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതായത് ഇവിടെ 254 പേർ മരിക്കുകയും അതുപോലെ തന്നെ 44 പേർ കാണാതാവുകയും ചെയ്ത ഈ രാജ്യം സമീപകാലത്ത് കണ്ട ഏറ്റവും വലിയ
254 പേർ മരിക്കുകയും 44 പേർ മിസ്സിംഗ് ആയി നിൽക്കുന്ന രാജ്യം കണ്ട സമീപകാലത്തെ ഏറ്റവും വലിയ ദുരന്തം. ആ ദുരന്തവുമായി ബന്ധപ്പെട്ട് 10 പൈസ തന്നില്ല എന്ന് പറയുമ്പോൾ അതിലിപ്പോൾ ഞാൻ ശ്രീ ഗോപികൃഷ്ണന് ഞാൻ അത് അയച്ചു തന്നിട്ടുണ്ട്, താങ്കൾ കണ്ടിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ഇവർ കേരള സർക്കാരിന് ചീഫ് സെക്രട്ടറിക്ക് അയച്ച കത്തുണ്ട്, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ. ആ കത്തിൽ ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് ദ ഓപ്പണിംഗ് ബാലൻസ് ആസ് ഓൺ 1 April 2024 received from Office of the Accountant General Kerala, the availability of the fund instant calamities came to rupees 394.99 crores. 50% of this amount work out to rupees 197.46 crore. As the amount of rupees 153.467 crore approved by the HCL from NDRF is less than the 50% of the balance available in the SDRF account. The net outgo from the NDRF will be nil for the instant calamity. സജീഷ്, ഞാനൊന്ന് ഇടപെടുകയാണ് സജീഷ്, എനിക്ക് പെട്ടെന്ന് സ്റ്റേറ്റ് ഗവൺമെന്റ് 10 പൈസ തന്നിട്ടില്ല എന്ന് കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങോട്ട് തന്നെ അയച്ചിട്ടുണ്ട്. ശരി, ഞാൻ ഇടപെടുകയാണ്. ശ്രീ ജിൻഡോ ജോൺ, കേരളത്തിന് മുന്നിലെ വഴി എന്താണ്? അല്ല ഗോപി, ഇതിലൊരു പ്രശ്നമുണ്ട്. നമ്മൾ ചോദിച്ച ചോദ്യങ്ങളെ ഒന്നും ബി ജെ പിയുടെ പ്രതിനിധി അഡ്രസ്സ് ചെയ്തില്ലല്ലോ. വയനാടിന് വേണ്ടി ബി ജെ പിക്ക് പ്രത്യേക പാക്കേജ് വല്ലതും പ്രഖ്യാപിക്കാനുണ്ടോ? കേന്ദ്ര സർക്കാരിന് അങ്ങനെ ഒരു പാക്കേജ് ഉണ്ടോ? ആ വിഷയത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന ഘടകത്തിൻ്റെ നിലപാട് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ആ വിഷയം മാത്രം പറയാതെ SDRFിലേക്ക് മുൻപാക്കി കൊടുക്കാനുള്ള കുറച്ച് പണം കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. ഈ ദുരന്തമുണ്ടായതിനു ശേഷം ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പാക്കേജായിട്ട് എത്ര രൂപ കൊടുത്തു, അല്ലെങ്കിൽ എന്ത് അനുഭാവപൂർവ്വമായ നടപടിയാണ് സ്വീകരിച്ചതെന്ന് പറഞ്ഞാൽ ഉത്തരമില്ല. അത് ചോദിക്കുമ്പോൾ ഇവർ പറയുന്നത് പണ്ടുണ്ടായിരുന്ന നിയമപ്രകാരം കേന്ദ്ര സർക്കാരിന് ഇവിടേക്ക് നൽകുന്ന സേവനങ്ങൾക്ക്, വിമാനം വന്നതിനും അരി തന്നതിനുമൊക്കെ പൈസ തിരിച്ച് അങ്ങോട്ട് ചോദിക്കാൻ റൈറ്റ് ഉണ്ടെന്ന്. തിരിച്ച് സംസ്ഥാനത്തിന് എന്തെങ്കിലും സഹായം ദുരിതാശ്വാസമായിട്ട് കൊടുക്കാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിന് സഹായവുമില്ല, അതിന് മനസ്സുമില്ല, മനസാക്ഷിയുമില്ല. അപ്പോൾ ചോദിക്കുന്ന ആങ്കർ രാഷ്ട്രീയമായിട്ട് പ്രസംഗം നടത്തുന്നു എന്നാണ്. ഞാൻ പറയുന്നത് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മുഴുവൻ പ്രതിനിധികളും, ആങ്കർ ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രതിനിധികളും കവലപ്രസംഗം നടത്തേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ബി ജെ പിക്ക് വേണ്ടിയിട്ട്, കേന്ദ്ര സർക്കാരിന് വേണ്ടിയിട്ട് സംസാരിക്കാൻ വരുന്ന ആളുകൾ പോലും കേന്ദ്ര സർക്കാരിന് സമാനമായിട്ടുള്ള ബധിര കർണങ്ങളായിട്ട് മാറുമ്പോൾ ഞങ്ങൾക്ക് കവലപ്രസംഗം നടത്തേണ്ടി വരും. ഞങ്ങൾ ഈ സംസ്ഥാനത്തെ സാധാരണ മനുഷ്യരെ കൂടി അഡ്രസ്സ് ചെയ്യുന്ന ആളുകളാണല്ലോ. സ്വാഭാവികമായിട്ടും വയനാട്ടിലെ ആളുകളുടെ വിഷയങ്ങൾ പിന്നെ ആരാണ് അഡ്രസ്സ് ചെയ്യുന്നത്? 2-3 വാർഡല്ലേ ഒലിച്ചു പോയുള്ളൂ എന്ന് പറയുന്ന നികൃഷ്ട പരാമർശം നടത്തിയ മുൻ കേന്ദ്രമന്ത്രിക്കെതിരെ ഒരു അഭിപ്രായം പറയാൻ ബി ജെ പിയുടെ സംസ്ഥാനത്തെ ഒരു നേതാവ് പോലും തയ്യാറായില്ല. തൃശ്ശൂർ അങ്ങ് എടുത്താൽ കേരളത്തിലെ സമസ്ത പ്രശ്നങ്ങൾക്കും പരിഹാരം എന്ന് പറഞ്ഞ് ജയിച്ച് കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയെ കൊണ്ട് ഒരു പരിഹാരം പറയാൻ പറ്റുന്നില്ല. ഞാൻ പറയുന്ന ഗോപി, ഇതിൽ ഒറ്റ പ്രശ്നമുള്ളൂ. ബി ജെ പിയിൽ നിന്ന് നമ്മൾ മനുഷ്യത്വമോ RSSൽ നിന്ന് നന്മയോ കേന്ദ്ര സർക്കാരിൽ നിന്ന് കാരുണ്യമോ പ്രതീക്ഷിക്കേണ്ട. നമ്മൾ സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഇവിടുത്തെ ജനങ്ങളെ കൂട്ടിക്കൊണ്ട്, സാമൂഹ്യ പ്രവർത്തകരെ കൂട്ടിക്കൊണ്ട്, മറ്റ് അത്തരത്തിലുള്ള സംഘടനകളെ കൂട്ടിക്കൊണ്ട് നമ്മൾ സ്വന്തം നിലയിൽ വയനാട്ടിലെ ആളുകളെ സഹായിക്കേണ്ടുള്ള നിലപാടുകളുമായിട്ട് മാധ്യമങ്ങളും പൊതുപ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കന്മാരും രംഗത്തിറങ്ങേണ്ടി വരും. കേന്ദ്ര സർക്കാരിൽ നിന്ന് ഒരു വിധത്തിലുള്ള കരുണാപരമായിട്ടുള്ള നടപടിയും ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. ശ്രീ പത്മനാഭൻ, മലയാളി എന്ന നിലയിൽ അഭിപ്രായത്തിലൊരു മാറ്റമുണ്ടോ? ഉണ്ടാകേണ്ടതാണ് എന്ന് ശ്രീ SK സജീഷ് നേരത്തെ പറഞ്ഞു. കേരളം ഈ തരത്തിൽ അവഗണിക്കപ്പെടുന്നതിൽ ഉണ്ടോ അങ്ങനെ? അല്ല, SK സജീഷിനെ പോലെ നുണ പറയുന്ന ബംഗാളികൾ ഉണ്ടായിരുന്നു പണ്ട് CPMൽ. അവരൊക്കെ ഇപ്പം പാർട്ടി മാറി BJP ചേർന്നു. ഈ പാർട്ടി കളവിൽ കെട്ടിപ്പടുത്ത പാർട്ടിയാണ് CPM. നുണയെ പറയുള്ളൂ. നുണ പറഞ്ഞാണ് പശ്ചിമ ബംഗാളിൽ വട്ടപൂജ്യമായത്. ത്രിപുരയിൽ കുത്തുവാള എടുത്തത്. അദ്ദേഹത്തിന്റെ വക്കീൽ നിങ്ങളെ വക്കീല് കോടതി പറഞ്ഞതിനെതിരാണ് നിങ്ങൾ പറഞ്ഞത്. ഇങ്ങനെയല്ല സംസ്ഥാന സർക്കാർ കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഓപ്പൺ കോർട്ടിനകത്ത് കോടതി ചോദിച്ചത്. ഇതെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ഞാൻ പറഞ്ഞ ഹോം അഫയേഴ്സിന്റെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ ലെറ്റർ, കേരളത്തിലെ ചീഫ് സെക്രട്ടറിക്ക് അയച്ച ലെറ്റർ, ആ ലെറ്റർ താങ്കൾ നിഷേധിക്കുന്നുണ്ടോ? എന്നിട്ട് ഞാൻ കളവ് പറയുകയാണെന്നാണോ? അല്ലെങ്കിൽ ഈ ചർച്ചയിൽ ആരാണ് കളവ് പറയുന്നതെന്ന് നന്നായി ബോധ്യപ്പെടാനുള്ള ശേഷി മലയാളികൾക്കുണ്ട്. നിങ്ങളുടെ സർക്കാർ
സർക്കാർ കൊടുത്ത സത്യവാങ്മൂലം എടുത്ത് വായിച്ചോക്ക്. ശ്രീ സി ആർ നീലാണ്ടൻ, സമയം താങ്കൾ വായിക്ക്. താങ്കൾ വായിക്ക്. ഏതായാലും ദുരന്തം ഒഴിഞ്ഞു പോയെങ്കിലും ദുരിതമുഖത്ത് കഴിയുന്ന വയനാട്ടിലെ ചൂരൽമലയിലെയും മുണ്ടക്കൈയിലെയും ജനങ്ങൾക്ക് എന്ത് ആശ്വാസം നൽകാൻ കേന്ദ്ര സർക്കാരിനെ കൊണ്ട് കഴിയും എന്ന ചോദ്യത്തിന് മറുപടിയായിട്ടില്ല. കോടതി മധ്യസ്ഥം വഹിച്ചാലെങ്കിലും കേരളത്തിന് അർഹമായ രീതിയിലുള്ള സഹായധനം കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയെടുക്കാൻ കഴിയുമോ എന്നത് മാത്രമാണ് നമ്മുടെ മുന്നിലെ വഴി. സൈനിക സേവനത്തിന് ബില്ലിടുന്നത് നിയമാനുസൃതമാണ് എന്ന് വാദിക്കുമ്പോഴും കരുണയറ്റുപോയ ഒരു ജനതയ്ക്ക് മേൽ ഇത് അടിച്ചേൽപ്പിക്കുന്ന ഭാരം ചെറുതല്ല. അവിടെ കരുണ രാഷ്ട്രീയത്തിന് മുകളിൽ നിൽക്കണം എന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞതിന് നമുക്ക് മുഖവിലക്കെടുക്കാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ പ്രൈം ഇന്നിവിടെ പൂർത്തിയാകുന്നു.